എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1921 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ്സുമായി എത്തുന്നത് മറ്റാരുമല്ല, നമ്മുടെ സൂമിന്റെ മറ്റൊരു മോഡറേറ്ററായ ഡോക്ടർ അജിനി മാളിയേക്കലാണ്. ഇന്ന് ഡോക്ടർ അജിനി മാളിയേക്കലിന്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ അജിനി ഷംസുദ്ദീനെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. നമുക്ക് ഒട്ടേറെ ക്ലാസ്സുകൾ ഇതിനകം എടുത്തിട്ടുണ്ട്. ഡോക്ടർ MSc സൈക്കോളജി പാസ്സായിട്ടുണ്ട്. കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ, മെന്റർ ട്രെയിനറാണ്, കൂടാതെ സക്സസ് കോച്ചാണ്. ഇങ്ങനെ ഒത്തിരി രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ അജിനി മാളിയേക്കലിനെ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. ഡോക്ടർ ഇന്നെടുക്കുന്ന വിഷയം കൂട്ടായ പ്രവർത്തനത്തിന്റെ മാഹാത്മ്യം. കൂട്ടായ പ്രവർത്തനത്തിന്റെ മാഹാത്മ്യം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയം. അതിനൊരു ഉദാഹരണം നമ്മുടെ സൂം തന്നെയാണ്. കൂട്ടായി പ്രവർത്തിച്ചാൽ എന്തായാലും അതിന് വളരെ ഒരു നല്ല റിസൾട്ട് നമുക്കുണ്ടാകും. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി. നമുക്ക് ക്ലാസ് തുടങ്ങാം. താങ്ക് യു IFPH. വീണ്ടും ഒരു ക്ലാസ് എടുക്കാൻ അവസരം തന്നതിന് താങ്ക് യു ഡോക്ടർ ഷൈല. നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നതിന്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ടീം ഡൈനമിക്സ് ആണ് പറയുന്നത്. നമ്മളിത് വലിയ കാര്യമായിട്ടൊന്നും നമ്മളിങ്ങനെ ഒരു ടീം ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ടീമിന്റെ ഇതെന്താണ് അങ്ങനെയൊന്നും നമ്മൾ നോക്കിയിട്ടൊന്നും അല്ല ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ടീം വർക്കിന്റെ ഇതെന്താണ്, ടീം എന്ന് വെച്ചാൽ ഏതൊക്കെ തരത്തിൽ ടീം ഫോം ആകുന്നുണ്ട്, ഒരു ടീം എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കോർപ്പറേറ്റിലൊക്കെ ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോ എപ്പോഴും നമുക്കറിയാല്ലേ, ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇവര് പറയാതെ തന്നെ ഇങ്ങനത്തെ ഒരു ഇതല്ലാതെ തന്നെ നമുക്ക് സ്വയം അറിയാം. ഒരുമിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് വേണ്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്നതായ ഒരു കാര്യം ഇല്ല, നമുക്കത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാം. അപ്പോ an old Japanese proverb, a single arrow is easily broken. ഇത് ജപ്പാനീസ് പ്രോവർബ് മാത്രമല്ല, ഇത് നമ്മളൊക്കെ പറയാറുള്ളതാണ്. ഒറ്റ കമ്പ് നമുക്ക് പെട്ടെന്ന് ഒടിക്കാൻ പറ്റും. ഒരു 10 കമ്പാണെങ്കിൽ ഒരുമിച്ച് നമുക്ക് ഒടിക്കാൻ പറ്റത്തില്ല, അതിന് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. പിന്നെ ഒത്തുപിടിച്ചാൽ മലയും പോരും. അങ്ങനെ നമുക്ക് യൂണിറ്റിയുടെ സ്ട്രെങ്തിനെ കുറിച്ച് പറയുന്ന ഒരുപാട് പ്രോവർബുകൾ നമുക്കും ഉണ്ട്. അപ്പോ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുമെന്ന്. പക്ഷെ പല സമയത്തും നമുക്ക് ഈ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈഗോ പ്രശ്നങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മൾ ആ ടീം വർക്കിൻ്റെതായ ഗുണങ്ങളുണ്ട്. ടീം ടുഗദർ എവറി വൺ അക്കംപ്ലിഷ് മോർ. എപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യുന്നതിനേക്കാള് നമുക്ക് ഡോക്ടർ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു, നമ്മുടെ സൂം തന്നെ എത്ര ഒരു വലിയ ടീം വർക്കാണ്. എത്ര സ്ഥലത്ത്, എത്ര ലാംഗ്വേജില്, എത്ര ആൾക്കാരുടെ ടീം വർക്കാണ് നമ്മളുടെ ഈ സൂം പ്ലാറ്റ്ഫോം തന്നെ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, പിന്നെ അതൊരു ക്ലാസ് ആയിട്ട് ഞാൻ എടുക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ടീം ടുഗദർ എവറി വൺ അക്കംപ്ലിഷ് മോർ. ഇപ്പൊ നമുക്ക് എന്നെ കൊണ്ട് ഒരു ചെറിയ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതെന്റെ മനസ്സിൽ ഇങ്ങനെ വന്നിട്ട് പോകും, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു കോൺഫിഡൻസ് കാണുമായിരിക്കും. പക്ഷെ അത് ചിലപ്പോൾ പ്രാവർത്തികമാകണമെങ്കിൽ, അല്ലെങ്കിൽ അത് നമുക്ക് അക്കംപ്ലിഷ് ചെയ്യണമെങ്കിൽ ഒരു ടീം നമ്മുടെ കൂടെ ഉണ്ടായേ പറ്റത്തുള്ളൂ, എന്ത് കാര്യത്തിനും. അപ്പോ ഇപ്പൊ നമുക്കൊരു സൂം ഇപ്പൊ എനിക്ക് ക്ലാസ് എടുക്കാമെന്നറിയാമെങ്കിലും ഇപ്പൊ നമ്മളുടെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോഴാണ് നമുക്ക് ക്ലാസ് എടുക്കുക എന്നുള്ളത് ഒരു ഈസി ഇതായിട്ടുണ്ട്. അപ്പോൾ വേറെ എല്ലാവരെയും വിളിച്ച് നമുക്ക് ക്ലാസ് എടുക്കാം എന്നുള്ളത്, നമുക്കൊരു ടീമുണ്ട്, ആ ടീമിൽ നമുക്ക് ക്ലാസ് എടുപ്പിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ അതിലോട്ട് വേറൊരു ഇഫേർട്ടിന്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുവാണെങ്കിൽ, ഏതൊരു ജോലിയും ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അയാളുടെ മാത്രം
നല്ല ബുദ്ധിയുള്ള ആളാണ്, അല്ലെങ്കിൽ അയാൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുമെന്നാണെങ്കിലും ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് തളർന്നു പോകും. ഇപ്പോൾ ഒരാളില്ല എങ്കിലും മറ്റുള്ളവർക്ക് ഒരു ടീം വർക്ക് ആകുമ്പോൾ, അതൊരു ബിസിനസ്സിലാണെങ്കിലും ഒരാൾ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് പാർട്ട്നേഴ്സ് ഒക്കെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ പാർട്ട്ണറിൽ ഒരാൾക്ക് വയ്യാതാവുകയോ വീട്ടിൽ എന്തെങ്കിലും ആവശ്യം വരികയോ ചെയ്താലും ആ ബിസിനസ്സിനെ ബാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഏതൊരു പ്രവൃത്തിയും ടീമായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനെ ഒന്നും ഒരിക്കലും അത് ബാധിക്കത്തില്ല. ഒരാൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലോ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേറെ ആൾക്കാർ അത് നടത്തിക്കൊണ്ടേയിരിക്കും, ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം അതാണ് ടീം വർക്കിന്റെ ഒരു ഗുണം. നമ്മള് പ്രോസസ് ഓഫ് പീപ്പിൾ ആക്റ്റീവ്ലി വർക്കിംഗ് ടുഗദർ ടു അക്കംപ്ലിഷ് എ കോമൺ ഗോൾ. നമ്മൾ ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട്, ഒരു എല്ലാവർക്കും കൂടിയുള്ള ഒരു ഗോളിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് എല്ലാവരുടെയും വർക്ക് നമുക്ക് അതിൽ കാണാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലരുടെ കാര്യങ്ങൾ നമുക്ക് നോക്കി കാണാൻ പറ്റത്തില്ല. പക്ഷെ അതിന്റെ ഓരോ വർക്കിന്റെ പുറകിലും ഒരു വലിയ ടീമിന്റെ വർക്ക് കാണും. നമ്മളിപ്പോ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നവരെയോ ആ പ്രസംഗിക്കുന്നവരെയോ ആയിരിക്കും ആൾക്കാർ കാണുന്നത്. പക്ഷെ അത് അത്രയും ആ ഒരു സ്റ്റേജ് ഉണ്ടാവാനോ അവിടെ ഒരു പ്രോഗ്രാം നടക്കാനോ ഒക്കെ എത്രമാത്രം ഇഫർട്ട് വേണം എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. എന്താണ് ഒരു ടീം ഉണ്ടാകുന്നതിന്റെ അഡ്വാൻറ്റേജസ്? അപ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. To provide accurate information that would assist individual in achieving better quality of life. ഇപ്പോ നമ്മൾ ഓരോരുത്തർക്കും ഒരു എന്താ പറയുന്നത്, ഒരു ഇൻഫർമേഷൻ, ഇപ്പൊ എനിക്കൊരു ഇൻഫർമേഷൻ കാണും, ഡോക്ടർ ഷൈലയ്ക്ക് ഒരു ഇൻഫർമേഷൻ കാണും, ധനേഷ് ഡോക്ടർക്ക് ഒരു ഇൻഫർമേഷൻ കാണും. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പൊ നമുക്കൊരു നമ്മൾക്കുള്ള അറിവെല്ലാം ചിലപ്പോൾ ശരിയായിരിക്കണം എന്നില്ല, നമ്മൾ വിചാരിക്കുന്നതെല്ലാം ശരിക്കും നടന്നോണം എന്നില്ല, ചിലപ്പോൾ അതിന് വേറെ എന്തെങ്കിലും ഒരു കുഴപ്പം കാണും. ഇപ്പൊ ഇത് ഒരു ടീം വർക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മളുടെ പരിമിതികൾ എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഡിസ്കസ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇതിനേക്കാൾ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ വൈഡർ റേഞ്ച് ഓഫ് നോളജ്, ഇഫക്റ്റീവ് വേ ടു ബിൽഡ് കൺസെൻസസ്. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഈ വൈഡർ റേഞ്ച് ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. നമ്മുടെ ടീം വലുതാകും തോറും നമുക്ക് ഇപ്പൊ തന്നെ നമ്മളിപ്പോ സൂമിന്റെ കാര്യം തന്നെ എടുത്താലും നമ്മൾ ആദ്യം മലയാളമായിരുന്നപ്പം നമുക്ക് നമ്മുടെ നാട്ടിലുള്ളവരുടെ കാര്യങ്ങളെ കുറിച്ച് മാത്രമായിരുന്നു അറിയുന്നത്. ഇംഗ്ലീഷ് വന്നപ്പോൾ നമുക്ക് ഇന്റർനാഷണലി അറിയുന്നു, ഹിന്ദി വന്നപ്പോൾ അവിടെ ഉള്ള ആൾക്കാരെ കൂടെ കുറച്ച് അറിയുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും കൂടുതൽ പേരെ അറിയുക, കൂടുതൽ പേരെ ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസവും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗങ്ങളിലും, റിലേഷൻഷിപ്പിൽ മാത്രമല്ല, അറിവിൽ മാത്രമല്ല, ഓരോ കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ടീം വർക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും വലിയ നോളജുകളായിരിക്കും. ഇപ്പൊ ഞാനിപ്പം ഒരു അമ്പലപ്പുഴക്കാരിയാണ്, ഡോക്ടർ ഇപ്പോൾ തിരുവനന്തപുരംകാരിയാണ്. അങ്ങനെ അപ്പൊ ഓരോ സ്ഥലത്തിന് പോലും ഒരു പ്രത്യേകത കാണും. അപ്പോൾ നമുക്കൊരു ടീം ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെയാ കാര്യങ്ങൾ എന്നെങ്കിലും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെ ആ കാര്യം ചെയ്തു തീർക്കാം. ഇപ്പൊ ഒരാളുടെ റാങ്കും റേഞ്ചും ഒക്കെ അനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും തോട്ട് പ്രോസസ്സ് മാറും. അപ്പൊ അതുകൊണ്ട് ടീം വർക്ക് എപ്പോഴും അത്യാവശ്യമാണ്. നമ്മൾ എപ്പോഴും ഇഫക്റ്റീവ് വേ ടു കമ്മ്യൂണിക്കേറ്റ് എക്സ്പെർട്ടൈസ് ഐഡിയാസ്. ഇപ്പൊ നമ്മള് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം, എനിക്കൊരു കാര്യം അറിയാം, ഡോക്ടർക്ക് ഒരു കാര്യം അറിയാം, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇത് നമ്മൾ എങ്ങനെ കറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ അത് ഡിസ്കസ് ചെയ്യാണ്, നമുക്ക് ഇന്ന ഐഡിയ ഉണ്ട്, നമുക്ക് ഇന്ന സാധനങ്ങളുണ്ട്, അതെങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നൊക്കെ നമ്മളൊരു ടീമായിട്ട് ഇരുന്ന് നമ്മൾ ഒരേ മനസ്സോടു കൂടി പ്രവർത്തിച്ചിട്ടാണ് പല കാര്യങ്ങളും വരുന്നത്. നമ്മളിപ്പോ ഒരു ഡിസ്കഷൻ നടക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നുള്ള ആ ഒരു തോട്ട് ഓരോരുത്തരുടെയും മനസ്സിൽ വരുന്നത്. പിന്നെ നമുക്ക് അറിയാവുന്നതിന് തന്നെ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഇത് അങ്ങനെയല്ല, അതിൽ കുറച്ചുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോ ചില കാര്യങ്ങൾ എന്താണ്, നമുക്ക് അങ്ങനെ ഒരു നോളജ് ഉണ്ടെന്ന് പോലും നമുക്ക് അറിയത്തില്ലായിരിക്കും. നമ്മൾ വെറുതെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടാ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുമായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുമ്പോഴും ഒക്കെയാണ് നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവരായിരിക്കും നമുക്ക് അങ്ങനെ ഒരു നോളജ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്, പലരുടെയും കഴിവുള്ള, സംസാരിക്കാനുള്ള കഴിവുള്ള പല ആൾക്കാരും ചിലപ്പോൾ സംസാരിച്ചൊന്നും വന്നോളണമെന്നില്ല, അവർക്ക് നല്ല കഴിവുള്ളവരായിരിക്കും. പാടാൻ കഴിവുള്ള ഒരുപാട് പേരുണ്ട്, പുറത്ത് നമ്മളൊന്നും കാണാത്ത വലിയ സിംഗേഴ്സ് ഒന്നും ആകാത്ത ഒരുപാട് പേര് ഇനിയും ഉണ്ട്.
അപ്പോ അതൊക്കെ ഒരു ടീം വർക്കിൽ ഇത് ചെയ്യുമ്പോഴത്തേക്കാണ് അവർക്ക് പുറത്തോട്ട് അവരുടെ കഴിവുകളെ കൊണ്ടുവരാനും ഐഡിയാസ് വരാനും ഒക്കെ സാധിക്കുന്നത്. കോംപ്ലക്സ് ഇൻഫർമേഷൻ ഡോമിനന്റ് പീപ്പിൾ. അപ്പൊ നമുക്ക് കോംപ്ലക്സ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഒരുപാട് ഒരുമിച്ചുള്ള പല ഐഡിയാസ് അത് നമുക്ക് കിട്ടും. അത് ടീം വർക്കിൽ വരുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ഐഡിയാസ് എന്ന് വെച്ചാല് സത്യം പറഞ്ഞാൽ എപ്പോഴും ഒരു ഐഡിയ ആയിരിക്കും ഒരു വലിയ ചേഞ്ചസ് വരുത്തുന്നത്. ഇപ്പം നമ്മളുടെ ഈ IFPH തന്നെയാണെങ്കിലും ഇങ്ങനെ ഒരു ഐഡിയ, ഇങ്ങനെ ഒരു സൂം പ്ലാറ്റ്ഫോം തുടങ്ങാം എന്നുള്ള ഒരു ഐഡിയ അന്ന് അത് ഡിസ്കഷനിൽ നിൽക്കാതെ തന്നെ ഇത് ഡെയിലി കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ ഒരുപാട് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. ഇത് ഡെയിലി ഒന്നും പോകത്തില്ല, ഡെയിലി അങ്ങനെ പോകണം എന്ന് സത്യം പറഞ്ഞാൽ അത് ഫിറോസിന്റെ ഒറ്റ നിർബന്ധമായിരുന്നു. ഇത് ഡെയിലി നടത്തിയേ പറ്റൂ, അല്ലാതെ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് വഴക്കിട്ടത് കൊണ്ട് സത്യത്തിൽ ആ ഒരു ഐഡിയയുടെ പേരിലാണ് ഇത് സ്ഥിരം നടക്കാതെ ഇത് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള വാശിയായി. അപ്പൊ എന്ന് പറയുന്നത് പോലെ അത് സ്ഥിരം നടന്നേ പറ്റൂ എന്നാലേ ഇതിനൊരു ഇതുണ്ടാവുള്ളൂ എന്നൊരു ഐഡിയ ആണ് സത്യത്തിൽ ഇത് വീണ്ടും ഇങ്ങനെ വന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരുപാട് കോംപ്ലക്സ് ഇൻഫർമേഷൻസ് നമുക്ക് പല മേഖലയിലുള്ള ആൾക്കാർ, ഇപ്പൊ നമ്മളുടെ തന്നെ ആണെങ്കിലും നമുക്ക് ഹോമിയോപ്പതിക് ലവേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് മാത്രമല്ലാതെ പല ഫീൽഡിൽ നിന്നുള്ളവരുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് കോംപ്ലക്സ് ഇൻഫർമേഷൻ നമുക്കിതിൽ വരും. സ്റ്റാറ്റസ് ഡിഫറൻഷ്യൽ ഗ്രൂപ്പ് തിങ്കിങ്, അതായത് ഇപ്പൊ നമ്മളുടെ റാങ്ക് അനുസരിച്ചിട്ട്, നമ്മൾ ജീവിച്ച സാഹചര്യം അനുസരിച്ച്, നമ്മളുടെ കസ്റ്റം അനുസരിച്ച്, നമ്മുടെ സിസ്റ്റം അനുസരിച്ച്, അങ്ങനെ ഓരോരുത്തരുടെ ഓരോ രീതികൾ അനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഐഡിയ കാണും, ഓരോ തോട്ട് കാണും. അപ്പോ നമ്മൾ നമ്മളുടേതായ ജീവിതത്തിൽ മാത്രം ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു ഫാമിലി ബിസിനസ് ഉണ്ട്, നമ്മൾ അല്ലെങ്കിൽ പിന്നെ ഒരു ചെറിയ ഗ്രൂപ്പുമായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മളിൽ നിന്ന് ഒരിക്കലും ആ തോട്ട് വെളിയിലോട്ട് പോകത്തില്ല. അപ്പൊ നമുക്ക് ഓരോരോ ഫീൽഡിലുള്ളവർ ഇപ്പൊ ഓരോന്നിനനുസരിച്ച്, ഇപ്പൊ പൈസ ഉള്ളവർക്ക് വേറൊരു തോട്ടായിരിക്കും, പൈസ ഇല്ലാത്തവർക്ക് വേറൊരു തോട്ടായിരിക്കും, എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് വേറൊരു തോട്ടായിരിക്കും, ഇല്ലാത്തവർക്ക് വേറൊരു തോട്ടായിരിക്കും. പക്ഷെ എല്ലാ ഫീൽഡിലുള്ളവരും ഒരുമിച്ചൊരു ടീം വർക്കായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില പൊസിഷനിലുള്ളവരെ കാണാൻ ചിലപ്പം വേറെ പൊസിഷനിലുള്ളവരുടെ ഹെൽപ്പ് വേണമായിരിക്കും. പക്ഷെ ചിലപ്പോൾ നമുക്ക് ചില ലോക്കൽ സപ്പോർട്ട് ആയിരിക്കും, ലോക്കൽ ഏരിയയിലുള്ളവരായിരിക്കും ഉള്ളവരെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെയെന്നുണ്ടെങ്കിൽ അവിടെ ലോക്കലി മിങ്കിൾ ചെയ്യുന്ന ഒരാളുടെ സപ്പോർട്ട് നമുക്ക് വേണ്ടി വരും. അപ്പൊ നമ്മുടെ ടീമിൽ അങ്ങനത്തെ ഒരാളുണ്ട്, മുകളിലത്തെ ഇതിലുള്ള ഒരാളുണ്ട്, കൂടുതൽ എഡ്യൂക്കേഷൻ ഉള്ള ഒരാളുണ്ട്, പെട്ടെന്ന് ലെറ്റർ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ആളുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ഭാഗത്തുനിന്നും നമുക്ക് ഓരോ ആൾക്കാരെ കിട്ടും, അല്ലെങ്കിൽ ഓരോ ഭാഗത്തും നമുക്ക് ആൾക്കാരുണ്ടാവും, അവർക്കൊക്കെ ഓരോ ഐഡിയാസ് ഉണ്ടാവും. ഇപ്പോ ഭയങ്കര വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചില ആൾക്കാർക്ക് പല ചെറിയ കാര്യങ്ങളും ചെയ്യാൻ അവർക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ഐഡിയാസ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എപ്പോഴും എന്താ പറയുന്നത് ഇത് വേണം. ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് വ്യത്യാസം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം പണ്ട് നമ്മൾ ഈ പെരുന്നാള് വിഷു ഒക്കെ വരുമ്പോൾ നമുക്ക് പൈസ കിട്ടുമല്ലോ ചെറുതിലെ. അപ്പൊ തന്നെ ഇപ്പൊ ഞങ്ങള് കസിൻസ് എല്ലാവരും കൂടി നിന്ന് പറയുവേ, ഇപ്പൊ എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവന് നല്ല കഴിക്കാനാണ് ഇഷ്ടം. അപ്പൊ അവൻ പറയും, എനിക്ക് 100 രൂപ കിട്ടിയാൽ ഞാൻ ഉടനെ പോയി അപ്പം മുട്ട റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ കറി ഇതൊക്കെ മേടിച്ച് കഴിക്കും. അവക്ക് 100 രൂപ കിട്ടിയ വേറൊരു കസിൻ ഉണ്ട്, അവള് ഭയങ്കര ഈ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അപ്പൊ പുള്ളിക്കാരി എന്തെടുക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി പുള്ളിക്കാരി കിട്ടിയാൽ അതുകൊണ്ട് കിട്ടുന്ന ഏതാ ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ചാല് അതാണ് മേടിക്കുന്നത്. അതേസമയം വേറൊരു കസിൻ ഉണ്ട്, അവൾ എന്താന്ന് വെച്ചാല് ഉടനെ തന്നെ പോയി വള മാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കും, അത് കുറച്ചു പേർക്ക് കൊടുക്കും. അപ്പൊ ഒരേ 100 രൂപ തന്നെ പല ആൾക്കാരുടെ കയ്യിൽ പോയാൽ അത് പല ഫോമിലാണ് പോകുന്നത്. അതെന്താ വെച്ചാൽ അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അത് പോകും. എന്ന് പറയുന്നത് പോലെ തന്നെയാണ്, നമുക്ക് ഒരു കാര്യം നമ്മളിലോട്ട് ഇട്ടാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ തോട്ട് എന്താണ്, നമ്മളുടെയൊക്കെ കാര്യങ്ങൾ എന്താണ്, നമ്മുടെ റാങ്ക് എന്താണ്, നമ്മൾ എവിടെ ജീവിച്ചതാണ്, നമ്മൾ ആണാണോ പെണ്ണാണോ, ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ ചിന്തകൾ പോകും. അപ്പൊ ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ കോംപ്ലക്സ് ഐഡിയാസ് വരും, ഓരോ സ്റ്റേറ്റസിലുള്ള ഡിഫറൻസ് വരും, ഓരോ ഭാഗത്തുള്ളവരുടെ ഓരോ സ്ഥലങ്ങളിലുള്ളവരുടെ ഡിഫറൻസ് വരും. അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് നമ്മളൊരു ഐഡിയ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം നടത്തുമ്പോൾ അതിന് ഭയങ്കര വ്യത്യാസമായിരിക്കും.
ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹാവിങ് ടീം. അതൊരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് ഒരു ടീമിൽ ഉണ്ടെന്ന് വെച്ചാൽ ഓരോ വ്യക്തികളുടെ വ്യക്തിത്വം, ഈഗോ, ഇതെല്ലാം ആ ഗ്രൂപ്പിനെ ബാധിക്കും. അതൊരു ഒരു ഒരു ഡ്രോബാക്ക് ആണ് ഒരു ഇതിൽ വരുന്നത്. കാരണം ചില ആൾക്കാർക്ക് എന്താ പറയുന്നത്, അവർ തന്നെ പറയുന്നത് നടക്കാവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാവുള്ളൂ, ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് വരും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിനെയൊക്കെ അവര് വിലമതിക്കാതെ വരും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുന്നത്, ഒരു ഗ്രൂപ്പിനെ ഇങ്ങനെ തള്ളി മാറ്റി അതൊരു ഏകപക്ഷീയമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അത് മാത്രം എന്താ പറയുന്നത്, അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. എങ്ങനെയാണ് നമ്മൾ ഒരു ടീമിന്റെ ഇഫക്റ്റീവ്നെസ്സിനെ നമ്മൾ നോക്കുന്നത്? ഹൗ ഡു വി മെഷർ ടീം ഇഫക്റ്റീവ്നെസ്? ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ സക്സസ് കൊണ്ട് നമ്മളൊരു എന്ത് ചെയ്യും, ഒരു ടീമിന്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. നമ്മളിങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആദ്യം ചെയ്ത്, ആദ്യം തന്നെ നമുക്കെല്ലാം ഈ വിചാരിക്കും ഒരുപാട് ഐഡിയാസ് ഉണ്ടെന്ന് പറഞ്ഞാലും അത് അക്കംപ്ലിഷ് ചെയ്ത് വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും, അല്ലെങ്കിൽ ഒരുപാട് ഇതാവും. അപ്പൊ തന്നെ നമ്മൾ ഈ ടീം ഫോം ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ആ ചെറിയ 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 നേട്ടങ്ങൾ നമുക്ക് ഒരുപാട് വലിയ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തരും. പിന്നെ നമ്മൾ ടീമിന്റെ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുന്നതിന് വേറൊരു ഇതാണ് ടീമിന്റെ പ്രൊഡക്ടിവിറ്റി. നമ്മളെപ്പോഴും ടീമിൽ പലതരത്തിലുള്ള ആൾക്കാരെ ചേർക്കണം. ഓരോ കാര്യങ്ങൾക്കും ഓരോ ആൾക്കാരെ എക്സ്പെർട്സ് ആയിരിക്കും, അങ്ങനെ ചേർക്കണം. എന്നാലും നമ്മളൊരു ടീം ഫോം ആയതിനു ശേഷം അതിന്റെ പ്രൊഡക്ടിവിറ്റി, അതിന്റെ കൊഹിഷൻ, അവരെങ്ങനെ എത്രത്തോളം അവര് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നു, അവരുടെ ലേണിംഗ്. ഇപ്പൊ ഒരു ടീം ഫോം ആയി ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ട്, എന്നിട്ട് നമ്മൾ എല്ലാവരും മിണ്ടാതിരുന്നാലും നമുക്കത് ശരിയാകത്തില്ല. ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാനുണ്ട്. നമ്മളൊരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഒരു ടീം ഫോം ചെയ്യുന്നത്. അപ്പൊ അത് ലേൺ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എങ്ങനെയാണ്, പിന്നെ ഇന്റഗ്രേഷൻ വിത്ത് റെസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ, നമ്മൾ മറ്റുള്ള ഓർഗനൈസേഷനുമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു ടീമിന്റെ ഇഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുന്നത്. അതിന്റെ പ്രൊഡക്ടിവിറ്റി, നമ്മൾ എത്രത്തോളം മറ്റുള്ളവരുമായിട്ട് ഇടചേർന്ന് ഒരുമിച്ച് ഉള്ള തോട്ടും ഒരുമിച്ച് നമുക്ക് അവരുമായിട്ട് സ്റ്റിക്ക് ടുഗദർ ആകാനും പറ്റുന്ന എത്രത്തോളം ആണ് എന്നുള്ളതനുസരിച്ചിരിക്കും. എപ്പോഴും എത്രയൊക്കെ ഐഡിയാസ് എത്ര മനുഷ്യരുണ്ടെങ്കിലും നമ്മൾ എല്ലാവരും കൂടെ അതിൽ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്തെടുക്കാനുണ്ട്. നമ്മളിപ്പം ഓരോരുത്തർക്കുള്ള അറിവിൽ അങ്ങനെ ഇരിക്കും, അത് ശരിയാണ്. ഒരുപാട് അറിവുകൾ ഉള്ളവരുണ്ട്, ഒരുപാട് അറിവുകൾ ഇല്ലാത്തവരുണ്ട്. പക്ഷെ കോമൺ ആയിട്ട് നമ്മളൊരു ഇതിനു വേണ്ടിയിട്ട് പോകുമ്പോൾ നമുക്ക് എന്താ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് ലേൺ ചെയ്യാൻ. ഹൗ ഡസ് ദ ടീം വർക്ക് ബെസ്റ്റ്? എങ്ങനെ നമുക്ക് ഒരു നല്ല ടീം വർക്ക് ആകാൻ പറ്റും? കമ്മിറ്റ്മെന്റ് ടു ദ കോമൺ ഒബ്ജക്റ്റീവ്സ്. നമുക്കുള്ള ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ടീമിൽ ഒരാൾ നല്ല സ്വഭാവമുള്ള ആളാണ് അല്ലെങ്കിൽ നല്ല വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ആ ടീമിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം നമ്മൾ ആ കോമൺ ഒബ്ജക്റ്റീവ്സിന് വേണ്ടി വർക്ക് ചെയ്യണം, അതിനുവേണ്ടി ഒരു കമ്മിറ്റ്മെന്റ് വേണം. ഇപ്പോ പിന്നെ ഇനി ഒരാള് ചീത്ത സ്വഭാവമാണ്, എല്ലാവരോടും ദേഷ്യപ്പെടുന്ന ആളാണ് എന്നാണെങ്കിലും നമുക്ക് ആ ടീമിന് അത് ഗുണം ചെയ്യണമെങ്കിൽ അവർക്ക് അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് വേണം, നമ്മുടെ ഒബ്ജക്റ്റീവ്സിലോട്ട് ഒരു കമ്മിറ്റ്മെന്റ് വേണം. ഡിഫൈൻ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ റോള് കൊടുക്കണം. അല്ലാതെ ഇത്രയും പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് വെറുതെ നിൽക്കുക, കുറെ പേര് വർക്ക് ചെയ്യുക എന്നല്ല. ഓരോരുത്തർക്കും അവരവരുടേതായ റോള് കൊടുക്കുകയും ആ റോള് ഓരോരുത്തരും വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു ലീഡർ നോക്കുകയും അവരവരുടെ റെസ്പോൺസിബിലിറ്റി ചെയ്തില്ലെങ്കിൽ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യണം. അല്ലാതെ മിക്കവാറും നമ്മൾ കാണുന്ന ഓർഗനൈസേഷനിലും എല്ലാം അങ്ങനെ തന്നെയാണ്. മെമ്പേഴ്സ് ഒക്കെ ഒരുപാട് ഇഷ്ടം പോലെ കാണും, പക്ഷെ അതിൽ വർക്ക് ചെയ്യുന്ന ഒരു കുറച്ച് മെമ്പേഴ്സേ കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും കമ്മിറ്റ്മെന്റ് നമുക്ക് ഓരോരുത്തർക്കും വേണം താനും. അവർക്ക് ഓരോരുത്തർക്കും നമ്മൾ ആദ്യമേ ഒരു റോള് അസൈൻ ചെയ്ത് കൊടുക്കുകയും ആ റോളും റെസ്പോൺസിബിലിറ്റീസും അവർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളൊരു ലീഡർ നോക്കുകയും വേണം. എഫക്റ്റീവ് ഡിസിഷൻ സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ ആൻഡ് വർക്ക് പ്രൊസീജിയേഴ്സ്. അപ്പൊ നമ്മൾ അതിലൊരു ഓരോന്നിനും വ്യക്തമായ തീരുമാനം വേണം.
നമ്മൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. നിങ്ങൾ ഇന്നതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓരോരുത്തർക്ക് ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് പ്രോഗ്രാമിൽ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഒരാൾ മോഡറേറ്റ് ചെയ്യും, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഒരാൾ മോഡറേറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് കൊടുത്തതുകൊണ്ട് അവരവരുടെ സമയമാകുമ്പോൾ ഓരോരുത്തർ വന്ന് അവരവരുടെ ഡ്യൂട്ടി ചെയ്തു എന്ന് പറയുന്നത് പോലെ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നമ്മൾ അങ്ങോട്ട് പറയണം. ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും നമ്മൾ ഓരോരുത്തരെ മനസ്സിലാക്കണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഒരു ഗുഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം. നമ്മളപ്പോൾ ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ തമ്മിൽ നമ്മൾ പേഴ്സണലി ഒരു റിലേഷൻഷിപ്പ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം. എല്ലാവർക്കും കാണുമ്പോൾ ഹായ് ഹലോ ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് എനിക്കിന്ന് എൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നതാണ് എൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയാൻ, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചോദിക്കാൻ ഇന്ന് എനിക്ക് പറ്റൂല എന്ന് പറയാൻ, അല്ലെങ്കിൽ മറ്റൊരാളുടെ റെസ്പോൺസിബിലിറ്റിക്ക് നമ്മളൊന്ന് സഹായിക്കാൻ, ഇതിനൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനൊരു സ്വാതന്ത്ര്യം വേണമല്ലോ. അപ്പൊ നമ്മൾ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ടീം മൊറാലെ, അതില് ഡിപ്പെൻസ് ഓൺ എങ്ങനെയാണ് നമുക്ക് ഒരു ടീമിന്റെ ആത്മവിശ്വാസം ഉണ്ടാകുന്നത്, ടീമിലെ ആത്മവിശ്വാസം നമ്മൾ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? സപ്പോർട്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പം എനിക്കൊരു ഡ്യൂട്ടി തന്നിട്ടുണ്ട്, എന്നാലും എൻ്റെ ഡ്യൂട്ടിക്ക് എനിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ അത് ചോദിക്കാനോ, അല്ലെങ്കിൽ ഇത്രയും ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നൊക്കെ എനിക്ക് ആരോടെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചോദിക്കാം എന്നുള്ള ധൈര്യം വേണം. അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് എല്ലാവരോടും ഹെൽപ്പ് ചോദിക്കാൻ പറ്റത്തില്ല. അതുപോലെ റിസോഴ്സസും ഉണ്ടായിരിക്കണം. നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ചെയ്യാം, എവിടെ ആണെങ്കിലും അത് പറയാം എന്നുള്ള ഇതുണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മിക്കവാറും ചില കാര്യങ്ങൾ നമുക്ക് തന്നെയാണെങ്കിൽ പല കാര്യങ്ങളും ഇന്ന് അങ്ങനെ നമുക്കൊന്ന് ചോദിക്കാമായിരുന്നു എന്ന് വിചാരിക്കും. പലതും ചോദിക്കാൻ നമ്മൾ മടിക്കും. സത്യം പറഞ്ഞാൽ ആസ്ക് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മടിയാണ്. ഞാൻ ആ പുള്ളിക്കാരനോടൊന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ ചോദിച്ചില്ല. നിങ്ങളൊന്ന് ചോദിക്കാവോ? നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ടൊന്ന് ചോദിപ്പിക്കണമെന്ന് തോന്നും. അപ്പൊ അങ്ങനെ അതൊക്കെ നമുക്ക് വരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടാണ്. ചില ആൾക്കാരോട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമായിരിക്കും ഭയങ്കരം, പക്ഷെ റെസ്പെക്റ്റ് ആയിരിക്കും. ആ റെസ്പെക്റ്റ് കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചോദിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ അവരെ ഫോൺ വിളിക്കാവോ, അത് തെറ്റായിരിക്കുമോ, അല്ലെങ്കിൽ ഇപ്പൊ നിന്റെ ഫോൺ ചെല്ലുമ്പോൾ അവർക്കത് ഡിസ്റ്റർബൻസ് ആവുമോ എന്നൊക്കെ ഉള്ള നമ്മളുടെ ആ ഒരു തോന്നല്, അല്ലെങ്കിൽ എന്നെക്കാൾ എത്ര സീനിയറാ, അവരോട് ഞാനിപ്പം ഇത് ചോദിക്കുമ്പോഴത്തേക്ക് അവർക്കത് വിഷമമാവോ, അല്ലെങ്കിൽ ഞാൻ ഇത്ര കൂളായിട്ട് വിളിച്ച് ചോദിച്ചെന്ന് വിചാരിക്കുമോ എന്നൊക്കെ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ചില മടികൾ കാണും, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ശരിയാവോ എന്നൊക്കെ ഉള്ളു. പിന്നെ പേഴ്സണാലിറ്റീസ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് ഉണ്ടെങ്കിലാണ് ഒരു ടീമിന് അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. പിന്നെ ടീം വർക്കിനും ഒരു സ്കില്ല് വേണം. അതായത് ഏറ്റവും വലിയ സ്കില്ല് ഞാൻ നേരത്തെ ലീഡർഷിപ്പിന്റെ ക്ലാസ് ഒക്കെ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ സ്കില്ലെന്ന് പറഞ്ഞാൽ ലിസൺ ചെയ്യാനുള്ള സ്കില്ലാണ്. നമുക്ക് ലിസൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കേട്ടോണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് നമുക്ക് തോന്നും. സംസാരിക്കാനാണെങ്കിൽ കുറച്ച് ഈസിയാണ്. കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനൊരു ക്ഷമ വേണം. പക്ഷെ കേൾക്കാതെ നമുക്കൊന്നും പഠിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കേൾക്കാതെ നമുക്ക് ഒരാളുടെ അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ പൊതുവെ എല്ലാ ആൾക്കാർക്കും ലിസൺ ചെയ്യുക പാടാണ്, വർത്താനം പറയുകയാണ് എളുപ്പം. പക്ഷെ ലിസൺ ചെയ്യാൻ ഉള്ള കഴിവനുസരിച്ചാണ് നമ്മളുടെ ബുദ്ധി കൂടുന്നതും നമുക്ക് ഐഡിയാസ് കിട്ടുന്നതും എല്ലാം ലിസൺ ചെയ്യുന്നതനുസരിച്ചിട്ടാണ്. അപ്പൊ നമ്മളെപ്പോഴും ഇപ്പോൾ ഒരു ടീമിൽ നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഡിസ്കഷനൊക്കെ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഒരാൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അതല്ല, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ ഉദ്ദേശിച്ച കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ മിക്കപ്പോഴും സമ്മതിക്കത്തില്ല. പിന്നെ ചില അവസ്ഥയിൽ നമ്മൾ അങ്ങനെ കയറി ഇടപെടേണ്ടിയും വരും. എല്ലാരും കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നാൽ ചിലപ്പം കാര്യങ്ങളെല്ലാം നടക്കത്തുമില്ല, അത് വേറെ കാര്യം. എന്നാലും ആ ടീമിലുള്ള മറ്റുള്ളവർ പറയുന്ന എന്താണ് എന്ന് നമുക്കൊന്ന് ലിസൺ ചെയ്യാൻ പറ്റണം. ഓക്കെ,
ഇതെല്ലാം ലിസൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, അതില് എങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആകും, അല്ലെങ്കിൽ എന്ത് നമുക്ക് അവിടെ പ്രവർത്തിക്കാം ഇങ്ങനെ എന്ന് നമ്മൾ ഒന്ന് ചോദിക്കാൻ നമുക്ക് തയ്യാറാണ്. പിന്നെ പെർസ്യൂഡ്, നമ്മൾ എങ്ങനെ മനസ്സിലാക്കിപ്പിക്കും. നമ്മളൊരു കാര്യം ഒരാളുടെ അടുത്ത് പറഞ്ഞു, അത് അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എങ്ങനെ നമുക്ക് സാധിക്കും. ഇപ്പൊ എനിക്കൊരു നല്ല ഐഡിയ ഉണ്ട്, എന്റെ ഐഡിയ നല്ലതാണ്, പക്ഷെ നിങ്ങളെ എല്ലാവരെയും ഈ ഐഡിയ പറഞ്ഞു മനസ്സിലാക്കണം, അത് കൺവിൻസ് ചെയ്യിക്കാനായിട്ട് എനിക്ക് എങ്ങനെ സാധിക്കും. അതിനും നമുക്ക് ടീം വർക്കിന്റെ ഒരു സ്കില്ലാണ്. ഇനി എന്നെ കൊണ്ട് അത് സാധിച്ചില്ലെങ്കിൽ എന്നെ മനസ്സിലാകുന്ന ഒരാൾക്ക് അത് പറഞ്ഞു തന്നിട്ട് മറ്റുള്ളവരെ കൂടെ മനസ്സിലാക്കി എടുപ്പിക്കുക എന്നുള്ളത് ടീം വർക്കിന്റെ ഒരു സ്കില്ലാണ്. പിന്നെ റെസ്പെക്ട് ചെയ്യുക. ഓരോരുത്തരുടെ അഭിപ്രായം ഇപ്പം എല്ലാവരും ഒരുപോലെ അഭിപ്രായം പറഞ്ഞോണമെന്നില്ല, എല്ലാവരുടെ മനസ്സിലും ഓരോ തോട്ട് വരണം എന്നില്ല. ചില ആൾക്കാർ പറയുമ്പോൾ നമുക്ക് തോന്നുമല്ലോ, എന്താ ഇവരിങ്ങനെ ഇത്രയും ഒരു ഇതുമില്ലാത്ത ഒരു ഐഡിയ പറഞ്ഞത് എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല, ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളെയും ഓരോരുത്തരുടെയും സജഷനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അങ്ങനെ പർപ്പസ്ഫുള്ളി നമ്മൾ അങ്ങനെ വിചാരിച്ച് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കാരണം എല്ലാവർക്കും അയാൾ ഞാനല്ല, നമ്മൾ മാത്രമാണ്. നമ്മളുടെ ചിന്തയും നമ്മളുടെ ഇതുമൊക്കെ നമ്മൾ എങ്ങനെയാണോ ഒരു കാര്യത്തിന്, ഞാൻ നേരത്തെ 100 രൂപയുടെ കഥ പറഞ്ഞതുപോലെയാണ്, നമ്മളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ കാണുന്നതും നമ്മളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരു ടീം വർക്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു പ്രത്യേക ഗോളിന് വേണ്ടി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ഗോളിന് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ റെസ്പെക്ട് ചെയ്യണം. പിന്നെ ഹെൽപ്പ്. ഇപ്പൊ ടീം വർക്കിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു, ശരി അത് ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പം, ഓക്കെ അത് നിങ്ങൾ ചെയ്തോ, ഞങ്ങളുടെ ഹെൽപ്പ് ഉണ്ടായിരിക്കും എന്ന് പറയും. പക്ഷെ ചില ടീമിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെ പറയുവാണെങ്കിലും ഒരാളുടെ അഭിപ്രായത്തിനാണ് വില കൊടുക്കുന്നതെങ്കിൽ അത് അവരുടെ അഭിപ്രായമല്ലേ, അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കും. പക്ഷെ നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയാം. പക്ഷെ കോമൺ ആയിട്ട് നമ്മളുടെ ഒരു ഗോളിന് വേണ്ടിയിട്ട് അവരെന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് വേണം. അതുപോലെ തന്നെ ഷെയറിങ് ഐഡിയാസ് ആണെങ്കിലും പിന്നെ എന്താ പറയുന്നത്, നല്ല കാര്യങ്ങളാണെങ്കിലും വർക്കാണെങ്കിലും എല്ലാം നമ്മൾക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എല്ലാത്തിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയാണ് ടീം വർക്കിന്റെ സ്കിൽ എന്ന് പറയുന്നത്. നമ്മൾ അവർ പറയുന്ന കേൾക്കുക, കേട്ടത് ശരിയാണോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യുക, പിന്നെ അത് മനസ്സിലാക്കി എടുക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കിപ്പിക്കുക, അതിനെ റെസ്പെക്ട് ചെയ്യുക, അവർക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യുക, നമുക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കുക, വർക്കാണെങ്കിലും ഐഡിയാസ് ആണെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുക. ഇതിലെല്ലാം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ്. നമ്മൾ ഓരോ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഒരു ഗ്രൂപ്പുകൾ ഉണ്ടാകാറുണ്ട്. ഇപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ ഉത്സവം നടക്കാൻ നേരത്തെ അമ്പല കമ്മിറ്റി, ആ പർപ്പസിന് വേണ്ടി മാത്രം, അല്ലാതെ വേറെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് വേറെ, അങ്ങനെ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ചേരുന്ന ഗ്രൂപ്പുകളുണ്ട്. ഫോർമൽ ഗ്രൂപ്പ്സ്, സ്ട്രക്ചർ ടു പെർസ്യൂ എ സ്പെസിഫിക് ടാസ്ക്. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പ് ഫോം ആകുന്നത്, അങ്ങനെയുണ്ട്. ഇൻഫോർമൽ ഗ്രൂപ്പ് എമർജ് നാച്ചുറലി ഇൻ റെസ്പോൺസ് ടു ഓർഗനൈസേഷണൽ ഓർ മെമ്പേഴ്സ് ഇൻട്രസ്റ്റ്. അല്ലാതെ നമ്മൾ ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് അതിന്റെ മെമ്പേഴ്സ്, അല്ലെങ്കിൽ നമുക്കിപ്പോ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്, ഇപ്പൊ ഡാൻസ് ഇഷ്ടമുള്ളവരെല്ലാം ഒരു ഡാൻസ് ഗ്രൂപ്പ്, ബൈക്കിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരെല്ലാം അങ്ങനത്തെ ഒരു ഗ്രൂപ്പ്, പിന്നെ എന്താ പറയുന്നത്, ഡെസേർട്ട് സഫാരിക്കൊക്കെ പോകാൻ ഇഷ്ടമുള്ളവരെല്ലാം അങ്ങനെ ഒരു ഗ്രൂപ്പ്. അങ്ങനെയും ചില ഗ്രൂപ്പുകളുണ്ട്. അത് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും കൂടെ ഒരു പർപ്പസിന് വേണ്ടി ആയിരിക്കത്തില്ല, അല്ലാതെ ആ കമ്പനിയിലുള്ള ഒരു എന്റർടൈൻമെന്റ് ഗ്രൂപ്പ്, അങ്ങനെയൊക്കെ നമുക്ക് പലതരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. പിന്നെ 5 സ്റ്റേജ് മോഡൽ ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ. നോർമലി നമ്മൾ എല്ലാ
ഗ്രൂപ്പ് ഫോർമേഷന്റെയും സ്റ്റേജസ് ആണ് ഫോമിംഗ്, സ്റ്റോമിംഗ്, നോമിംഗ്, പെർഫോമിംഗ് എന്ന് പറയുന്നത്. ഈ 4 സ്റ്റേജസ് എല്ലാ ഇതിലും ഉണ്ട്. അപ്പോ അതില് ഉള്ള ഫോമിംഗ് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് ഗെറ്റ് ടു നോ ഈച്ച് അതർ. അപ്പൊ നമ്മൾ എപ്പോഴും ഏത് ഗ്രൂപ്പ് ജോയിൻ ആകുമ്പോഴും നമ്മൾ എന്തെടുക്കും, നമ്മൾ ഓരോരുത്തരും പരിചയപ്പെടും, സംസാരിക്കും, എന്താണ് നമ്മളുടെ ഗ്രൂപ്പിന്റെ ഉദ്ദേശം എന്താണ്, ഇതൊക്കെ നമ്മൾ പറയും. രണ്ടാമത്തെന്ന് വെച്ചാൽ മെമ്പേഴ്സ് കം ടു റെസിസ്റ്റ്, കൺട്രോൾ ആൻഡ് ഗ്രൂപ്പ് ലീഡേഴ്സ് ആൻഡ് ഷോ ഹോസ്റ്റിലിറ്റി. രണ്ടാമത്തെന്ന് വെച്ചാൽ മെമ്പേഴ്സ് ആദ്യത്തെ ഹായ് ഹലോ ഓക്കെ ഇതെന്നൊക്കെ പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരുത്തരെയും മനസ്സിലാകും, ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ എന്താണ് ഓരോരുത്തരുടെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്താണ്, അല്ലെങ്കിൽ ഓരോരുത്തർ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അവിടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ആയിട്ട് അടുത്ത സ്റ്റോമിംഗ് എന്ന് പറയുന്ന സ്റ്റേജിൽ അങ്ങനെയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പറയുകയും നമ്മൾ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുകയും ഇനി നമുക്ക് എങ്ങനെ പോകാം എന്ന് പറയുകയൊക്കെ ചെയ്യും. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കുറച്ചും കൂടെ ഒരു അടുപ്പം വരും, അല്ലെങ്കിൽ ആരെ എവിടെ നിർത്തണം, ആരോട് കൂടുതൽ പറയണം, ആർക്കൊക്കെ എന്ത് കപ്പാസിറ്റി ആണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഉണ്ടാവും. പിന്നെ നോമിംഗ് സ്റ്റേജിലാണ് മെമ്പേഴ്സ് വർക്ക് ടുഗദർ ഡെവലപ്പിംഗ് ക്ലോസ് റിലേഷൻഷിപ്പ് ആൻഡ് ഫീലിംഗ് ഓഫ് പോസിറ്റീവ്നെസ്. നമുക്ക് കുറച്ചുകൂടെ നോമിംഗ് സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് നമ്മളുടേതായ ആ വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുകയും കുറച്ചുകൂടെ ഒരു അടുത്ത ഫീലിംഗ്, ക്ലോസ് റിലേഷൻഷിപ്പും, അത് നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമോ ഒരു കാര്യമോ ഒക്കെ കഴിഞ്ഞ് അതിലേക്ക് വർക്ക് ചെയ്ത് കുറച്ചുകൂടെ ഒരുമിച്ച് ആ ടീം വർക്ക് വരുമ്പോഴാണ് നമ്മളുടെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് വരുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു അടുത്ത ആളാണ് എന്നുള്ള ഒരു ഫീലിംഗ് വരുന്നത് ഈ നോമിംഗ് സ്റ്റേജിലാണ്. പിന്നെ പെർഫോമിംഗ്, ഗ്രൂപ്പ് മെമ്പേഴ്സ് വർക്ക് ടുഗദർ ഗെറ്റിംഗ് ദെയർ ജോബ്സ് ഡൺ. ഇപ്പൊ നമ്മൾ എന്ത് പർപ്പസിനാണോ കൂടിയിരിക്കുന്നത്, ഇപ്പോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പർപ്പസിനായിരിക്കും നമ്മൾ കൂടിയിരിക്കുന്നത്. ആ കൂടിയിരിക്കുന്ന പർപ്പസിന് ഇപ്പൊ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് അവർ ഫസ്റ്റ് ജോയിൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരെയും മനസ്സിലാക്കും, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ റിലേഷൻഷിപ്പ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിനേക്കാൾ ഉപരി നമ്മളൊരു ഉദ്ദേശത്തിനാണ് വന്നിരിക്കുന്നത്. ആ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഉള്ള കൂട്ടായ പ്രവർത്തനം, ഓരോരുത്തരെ കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഓരോ ഇത്. പിന്നെ അഡ്ജേണിംഗ് എന്ന് പറഞ്ഞാല് ചില ഗ്രൂപ്പുകളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ആ പർപ്പസ് കഴിയുമ്പോൾ അവർ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകും. ഗ്രൂപ്പ് മേ ഡിസ്ബാൻഡ് ഐദർ ആഫ്റ്റർ മീറ്റിംഗ് ദെയർ ഗോൾസ് ഓർ ബിക്കോസ് മെമ്പേഴ്സ് ലീവ്. ഓരോരുത്തരും ആ ഒരു പർപ്പസ് കഴിഞ്ഞു. ഇപ്പം ഒരു കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പോർട്സിലൊക്കെ 2 ടീമായിട്ടൊക്കെ തിരിക്കുമ്പോൾ നമ്മളൊരു ടീം, ചിലപ്പോൾ നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും ആ ടീമിലുള്ളത്. പക്ഷെ പെട്ടെന്ന് നമ്മൾ ആ ടീമിൽ A, B, C എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ആ ഒരു പർപ്പസിന് വേണ്ടി പെട്ടെന്ന് അവരുമായിട്ട് ജോയിൻ ആകുകയും നമ്മളൊരു ടീം ആകുകയും അടുത്ത ടീമിനെതിരായിട്ട് നമ്മൾ കളിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ നമ്മൾ അന്ന് ആദ്യമായിരിക്കും അവരെ കാണുന്നത്, ഈ കളികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്ത്. ഇപ്പം നമ്മൾ ഈ പ്രോഗ്രാം ഒക്കെ നടക്കുന്നിടത്ത് 2 ടീമായിട്ടൊക്കെ അവിടെ വന്നിരിക്കുന്ന ഓഡിയൻസിനെ തന്നെ തിരിക്കുമ്പം ഇവരും 2 ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ആ കളിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് ജോയിൻ ആകുകയും അതുപോലെ തന്നെ ഒരുമിച്ച് പിരിയുകയും ചെയ്യും. ഇത് വീണ്ടും നമ്മൾ ആ ഫോമിംഗ് നോമിംഗ് എന്ന് ഞാനിപ്പോ പറഞ്ഞതിന്റെ വീണ്ടും ഒന്നും കൂടെ പറയുവാണ്. മെമ്പേഴ്സ് കൺസേൺ ഡസ് ഇൻക്ലൂഡ്, ഓരോരുത്തരും ഗെറ്റിംഗ് നോ ഈച്ച് അതർ, അതൊക്കെ ഒന്നും കൂടെ സ്ലൈഡായിട്ട് കാണിക്കുന്നതാണ്. ഡിസ്കവറിംഗ് വാട്ട് ഈസ് കൺസിഡേർഡ് അക്സെപ്റ്റബിൾ ബിഹേവിയർ. പിന്നെ 5 സ്റ്റേജ് മോഡൽ ഓഫ് ഗ്രൂപ്പ് ഇൻഫർമേഷൻ. അതിലുള്ളത് തന്നെയാണ് ഗെറ്റിംഗ് നോ ഈച്ച് അതർ ആൻഡ് ഡിസ്കവറിംഗ് വാട്ട് കൺസിഡേർഡ് അക്സെപ്റ്റബിൾ ബിഹേവിയർ. നമ്മൾ ഓരോരുത്തരെയും നമ്മൾ മനസ്സിലാക്കുകയും ഓരോരുത്തരുടെ സ്വഭാവം മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നു. ഡിറ്റർമിനിങ് ദ ഗ്രൂപ്പ്സ് റിയൽ ടാസ്ക്. പിന്നെ നമ്മൾ ആദ്യം ഈ ഫോമിങ്ങിന്റെ സ്റ്റേജിൽ ആദ്യം പരിചയപ്പെടലും ഓരോരുത്തരെ മനസ്സിലാക്കലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്തിനാണ് കൂടിയിരിക്കുന്നത്, ഡിറ്റർമിനിങ് ദ ഗ്രൂപ്പ്സ് റിയൽ ടാസ്ക്. നമ്മൾ അപ്പം എന്താണ് നമ്മുടെ ടാസ്ക്, എന്താണ് നമുക്ക് എത്തേണ്ടത് എന്നുള്ളതിന്റെ ഓരോരുത്തർക്കും അത് മനസ്സിലാക്കി കൊടുക്കുക. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. ഫോമിങ്ങിൽ തന്നെ ഉള്ളതാണ്. പിന്നെ ഈ ഫോമിങ്ങിൽ നമ്മൾ നമ്മുടെ പർപ്പസ് അറിഞ്ഞു, അത് കഴിഞ്ഞ് ഡിഫൈൻ ദ ഗ്രൂപ്പ് റൂൾസ്. ഓരോ ഗ്രൂപ്പിനും ഓരോ റൂളുകളുണ്ട്. അപ്പൊ നമ്മൾ
അത് വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാം. നമ്മുടെ ഗ്രൂപ്പിന്റെ റൂൾ ഇതാണ്, ഇന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കാം. ക്വസ്റ്റ്യൻ അബൌട്ട് ദ പർപ്പസ്. അതായത് നമ്മുടെ പർപ്പസ് എന്താണ്, അതിന് ആ പർപ്പസിലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള നമ്മുടെ ഇത് അപ്രോച്ച് അവോയ്ഡൻസ് ബിഹേവിയർ. ഇതെന്താന്ന് വെച്ചാല് നമുക്ക് പല കാര്യങ്ങളിലും ഇൻട്രസ്റ്റ് കാണും. ഈ ഫോമിങ്ങിന്റെ സ്റ്റേജിൽ തന്നെ അതെനിക്ക് ചെയ്യാം, അത് നമുക്ക് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ ചിലത് നമുക്കത് ചെയ്യാനായിട്ട് അവോയ്ഡൻസും ഉണ്ട്. നമുക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അവോയ്ഡ് ചെയ്യാൻ ഉള്ള ഒരു മനസ്സുണ്ട്. ഇപ്പം അതൊരു എക്സാമ്പിൾ പറയാം ഞാൻ. ഇപ്പോ എനിക്ക് പട്ടിയെ വളർത്തണം എന്ന് ആഗ്രഹമുണ്ട്, അത് അപ്രോച്ചാണ്. അപ്പൊ പട്ടിയെ വളർത്തണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ മനസ്സിലൊരു പേടിയുണ്ട്. ഈ പട്ടിയൊക്കെ വളർത്തി കഴിയുമ്പോഴത്തേക്ക് അതെന്നെ പിടിച്ച് മാന്തുവോ എങ്ങാനും ചെയ്താൽ പിന്നെ അത് വലിയ മാന്തിയാലും മതിയായിരിക്കും, ഇനി അതെങ്ങാനും പ്രശ്നമാവുമോ, അല്ലെങ്കിൽ പട്ടിയെ കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും എന്റെ പുറകെ നടക്കുമോ, ഇങ്ങനെയെന്നുള്ള ആ ഒരു തോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് അവോയ്ഡ് ചെയ്യും. ഇങ്ങനെ ഇപ്പൊ സ്റ്റേജിൽ കയറി സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, സംസാരിക്കാനുള്ള കണ്ടന്റ് നമ്മുടെ കയ്യിലുണ്ട്, അപ്പൊ ഒന്ന് സംസാരിക്കണം എന്നുള്ളത് എന്റെ അതിനോടുള്ള അപ്രോച്ച്. പക്ഷെ എന്ത് ചെയ്യും നമ്മള്, ഓ വേണ്ട, ഞാൻ കയറി സംസാരിച്ചാല് ഇനി അത് പ്രശ്നമാവും, എല്ലാരും അത് എന്നെ കളിയാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് മാറുക. ഹൈ ഡ്രോപ്പ് ഔട്ട് പോസിബിലിറ്റി. ഈ ഫോമിംഗ് സ്റ്റേജിൽ തന്നെ നമ്മുടെ പർപ്പസും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ടീമിൽ പല ആൾക്കാരും ഇത് നമുക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ഔട്ട് ആകാനായിട്ടുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. കാരണം അങ്ങനെ ആ ടീമുമായിട്ട് അങ്ങനെ ഭയങ്കര ഒരു കമ്മിറ്റ്മെന്റ് വന്നിട്ടില്ല, ഫസ്റ്റ് സ്റ്റേജ് ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് വന്നിട്ടില്ല, അപ്പൊ കുറെ അധികം ആൾക്കാർ അതിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ മെമ്പേഴ്സ് സീക്ക് ലീഡർഷിപ്പ്. നമ്മളിപ്പോ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെങ്കിലും അതിലൊരു ലീഡർ വേണം. ഞാൻ നേരത്തെ ലീഡർഷിപ്പിന്റെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മെമ്പേഴ്സ് സീക്ക് ലീഡർഷിപ്പ്. കാരണം നമ്മള് ഒരാളെ എല്ലാരും ലീഡേഴ്സ് ആയാൽ, അല്ലെങ്കിൽ എല്ലാരും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാല് എന്താ പറയുന്നത്, അത് വഷളാകത്തേ ഉള്ളൂ. അപ്പോ നമുക്ക് എപ്പോഴും നമ്മളെ ലീഡ് ചെയ്യുന്ന ഒരാൾ വേണം. അപ്പൊ മെമ്പേഴ്സ് നമുക്കൊരു ലീഡർഷിപ്പ് വേണം. അതുപോലെ നമ്മൾ ഈ ഫോമിംഗ് സ്റ്റേജില് ആദ്യം എല്ലാവരും ഒക്കെ പരിചയപ്പെടും, വലിയ സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമുക്കൊരു കുഴപ്പമുണ്ട്, നമുക്ക് എല്ലാവരോട്ടും അങ്ങോട്ട് അടുക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പം ഈ ലീഡർഷിപ്പിലുള്ള ആൾക്കാർ എന്താണ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അടുക്കാൻ ആൾക്കാർക്ക് പറ്റത്തില്ല. അവരിങ്ങനെ കുറച്ച് അകന്നൊക്കെ നിൽക്കും, ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ ഞാൻ വന്നോളാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സീരിയസ് ആയിട്ട് നിൽക്കും. നമ്മൾ എപ്പോഴും എല്ലാവരോടും നമുക്ക് അടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു പുതിയ ഗ്രൂപ്പ് ജോയിൻ ആയ ഉടനെ നമുക്ക് അവരുമായിട്ട് വലിയ എന്താ പറയുന്ന ഒരുപാട് നാളെ ഇടപഴകിയ പോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്തെടുക്കണം, ഈ ലീഡർഷിപ്പിലുള്ള ആൾക്കാർ എന്തെടുക്കണം, നമ്മൾ എപ്പോഴും ആ ഗ്രൂപ്പിന് ഹോൾഡ് ചെയ്തോണ്ട് നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം. അപ്പോഴാണ് ആ ഗ്രൂപ്പിലുള്ളവർക്ക് ഒരു കോൺഫിഡൻസ് വരത്തുള്ളൂ, അടുത്ത സ്റ്റേജിലോട്ട് അവര് പെട്ടെന്ന് എത്തത്തുള്ളൂ. അവരെ ചേർത്ത് പിടിച്ചോണ്ട് മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ അവരെ ഒന്ന് ലീഡ് ചെയ്യണം. അല്ലെങ്കിൽ ചില മെമ്പേഴ്സുമായിട്ട് ജോയിൻ ആകാതെ നിൽക്കുന്നു അന്ന് മനസ്സിലാക്കണം ഒരു ലീഡർ, എന്നിട്ട് അവരെ എല്ലാരെയും കൂടെ ചേർത്ത് പിടിച്ചോണ്ട് പോകണം. പിന്നെ ഡീലിംഗ് വിത്ത് ഡൈവേർജന്റ് വ്യൂസ് ആൻഡ് ക്രിറ്റിസിസം. വ്യത്യസ്തമായ അഭിപ്രായങ്ങളെയും വ്യത്യസ്തമായ എതിർപ്പുകളെയും നമ്മൾ ഡീൽ ചെയ്യാനും ഒരു ലീഡറിന് പറ്റണം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എപ്പോഴും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നുകൊണ്ടേയിരിക്കും അല്ലെ. നമ്മളൊരു എന്ത് കാര്യത്തിനും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരും. അപ്പൊ എല്ലാവരുടെ അഭിപ്രായങ്ങളും നമ്മൾ എടുക്കാൻ പറ്റത്തില്ല, പക്ഷെ എല്ലാവരുടെ അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കണം, അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. പക്ഷെ എന്നാലും ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ നമുക്ക് ഡീല് ചെയ്യാനായിട്ട് പറ്റണം.
ഡീലിംഗ് വിത്ത് പ്രിമച്വർ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്. ചില ആൾക്കാര് ചില ഇതിലെങ്ങനെയാ വെച്ചാല് നമ്മളൊരു ഒരു വലിയ കാര്യം പൂർത്തിയാക്കണം എന്ന് നമുക്ക് കാണും. പക്ഷെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അതൊന്നും പൂർത്തിയാക്കത്തൊന്നുമില്ല. ആ വലിയ കാര്യങ്ങള് ഇച്ചിരി ചെയ്തു കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ അത് ചെയ്ത്, ഞങ്ങൾ ഇത് ചെയ്ത്, ഞങ്ങൾ അത് തീർത്തു. അങ്ങനെ ഒരു കാര്യം തീർക്കുന്നതിന് മുമ്പ് തന്നെ പ്രിമച്വർ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്, ഇതെല്ലാം സാധ്യമാക്കി അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞു എന്നുള്ള ആ ഒരു, അല്ലെങ്കിൽ ഇതിനി ഇത്രേ ചെയ്യാൻ ഉള്ളൂ, നമ്മുടെ ആമയും മുയലും കഥ പോലെ ഇനി ഇത്ര ഓടിയാ മതിയല്ലോ, ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ആൾക്കാർ ഞങ്ങൾ അത് ചെയ്തു കഴിഞ്ഞു അല്ലെങ്കിൽ അത് ഇത്ര ഈസി ആയിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കും. പക്ഷെ പല കാര്യങ്ങളും ചെയ്ത് കാണത്തില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇന്റൻസിഫൈഡ് ഇന്റർപേഴ്സണൽ ഇൻവോൾവ്മെന്റ്. നമുക്ക് ഫോമിംഗ് സ്റ്റേജിൽ തന്നെ നമുക്ക് ആ ടീമിനോടുള്ള ഒരു ഇതും നമ്മൾ ഇന്റർപേഴ്സണൽ ഇൻവോൾവ്മെന്റ്, നമ്മൾ ഓരോരുത്തരുടെയും ഇടയിൽ നമുക്ക് സംസാരിക്കാനും ഇതൊക്കെ ഒരു ലീഡർ ശ്രദ്ധിക്കുകയും അദ്ദേഹം അവരെ ഒരുമിച്ച് ആക്കി വിടുകയും ചെയ്യണം എന്നുള്ളത് ഒരു ഇതാണ്. പിന്നെ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു ടീം ഇങ്ങനെ ഫോമായി കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാല് മിക്കവാറും നമ്മളൊരു ടീം എടുത്ത് നോക്കിയാൽ അറിയാം, ഡിസൈർ ഫോർ ഗ്രൂപ്പ് അറ്റൻഷൻ, മെമ്പർ ഇന്റർഡിപെൻഡൻസ്. നമുക്ക് എപ്പോഴും എല്ലാവർക്കും നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്, നമുക്കൊരു അറ്റൻഷൻ വേണം അല്ലെങ്കിൽ നമുക്കൊരു അപ്രീസിയേഷൻ വേണം എന്നുള്ള ഒരു താല്പര്യം നമുക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മളിപ്പം ശ്രദ്ധിച്ചാൽ കാണാൻ ചില കമ്പനികളൊക്കെ എല്ലാ മാസവും ആൾക്കാർക്ക് ബെസ്റ്റ് വർക്കർ മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർക്കും ഇങ്ങനെ മിക്കവാറും ആൾക്കാർക്ക് കൊടുക്കും അവര്. പക്ഷെ ഓരോരോ കാര്യത്തിന് അവരവരെ ഏത് ഫീൽഡിലാണോ നല്ലത് ആ കാര്യത്തിന് അങ്ങനെ കൊടുക്കും. അപ്പൊ നമുക്ക് എന്താ വെച്ചാല് നമുക്കൊരു അംഗീകാരം കിട്ടിയ പോലെ നമുക്ക് തോന്നുകയും നമുക്കത് അതിലോട്ട് വർക്ക് ചെയ്യാനായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. എന്റെ ചെറിയ 2 മക്കള് ആദ്യം ബ്രിട്ടീഷ് സ്കൂളിൽ പഠിച്ചിരുന്നു. അപ്പൊ അവിടെ എങ്ങനെയാന്ന് വെച്ചാല് അവർ ചുമ്മാ എല്ലാ മാസവും ഓരോരുത്തർക്കും ഒരു അവാർഡ് കൊടുക്കും പിള്ളേർക്ക്. അങ്ങനെ പ്രത്യേകിച്ച് പഠിക്കുന്നതിനല്ല, ഓരോ സ്വഭാവം ഒക്കെ പറഞ്ഞിട്ട് പഠിക്കുന്നതിന് അവർ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യത്തില്ല, അതിനൊരു അവാർഡും ഇല്ല, ഒന്നുമില്ല. മോസ്റ്റ് കമ്മ്യൂണിക്കേറ്റീവ് ഗേൾ, മോസ്റ്റ് ചിയർഫുൾ ഗേൾ. അപ്പൊ ഇതൊക്കെ അവരെങ്ങനെയോ കണ്ടുപിടിച്ചിട്ട് ഓരോ മാസവും അവര് ഒരു സർട്ടിഫിക്കറ്റ് പോലെ ഇങ്ങനെ പിള്ളേർക്ക് കൊടുക്കും. അപ്പൊ പിള്ളേര് എന്താ വിചാരിക്കുന്നു, മോസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ഗേൾ. ഞാനപ്പോ ഏറ്റവും വലിയ നമ്മുടെ നാട്ടിലാണ് ഈ ബോഡി പേരെഴുതുന്ന കുട്ടിക്കാണ് ഈ മോസ്റ്റ് കമ്മ്യൂണിക്കേറ്റീവ് ഗേൾ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. കൂടുതൽ സംസാരിക്കുന്ന ആള് എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ ക്ലാസ്സിൽ ഡിസ്റ്റർബൻസ് ആണ്, ഒരാൾ സംസാരിക്കുമ്പോൾ മോസ്റ്റ് കമ്മ്യൂണിക്കേറ്റീവ് ഗേൾ എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ അത്രയും സംസാരിക്കുന്ന ആളെന്നുള്ളത് പറയുന്നത് പോലും അത് അങ്ങനെ ഒരു വേയിലാണ് പറയുന്നത്. ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു അതിന് അത് കമ്മ്യൂണിക്കേറ്റ്. അപ്പം അവരുടെ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ ഇംപ്രൂവ് ചെയ്യാൻ അത് എത്രമാത്രം ഉപയോഗിക്കുന്നെന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള ആ ബോധം അവർക്കുണ്ടാകുകയും അവർക്ക് ഒരു അറ്റൻഷൻ കിട്ടിയെന്ന് മനസ്സിലാകുകയും ചെയ്യാം. അടുത്ത മാസത്തെ കമ്മ്യൂണിക്കേറ്റീവ് ഗേൾ വേറൊരു കുട്ടിയായിരിക്കും. അങ്ങനെ കറങ്ങി ആ ക്ലാസ്സിൽ എല്ലാവർക്കും ഒരു അവാർഡ് കിട്ടും. അപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ ഞാനാണ് കമ്മ്യൂണിക്കേറ്റീവ് ഗേൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടെ കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിൽ എന്താണ്, ഞാൻ വലിയ ഇതാണ്. അടുത്ത മാസം വേറെ അവർക്ക് കൊടുക്കും. അങ്ങനെ പല കാറ്റഗറിയിൽ സ്വഭാവം, മോസ്റ്റ് പേഷ്യന്റ്, മോസ്റ്റ് പീസ്ഫുൾ, ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവർ ഓരോ അവാർഡുകൾ കൊടുക്കും. അപ്പൊ ഇതൊക്കെ പിള്ളേരുടെ ആ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് അത് ഒരുപാട് ഇത് ചെയ്യും. എന്ന് പറയുന്ന പോലെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു അറ്റൻഷന് വേണ്ടിയിട്ട് കാണും. അപ്പൊ എല്ലാവർക്കും അറ്റൻഷൻ കൊടുക്കുക, എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറ്റത്തില്ല. പക്ഷെ ഓരോരുത്തരും ഓരോ കഴിവുള്ളവരായിരിക്കും. അവരെയൊക്കെ നമുക്ക് അവരവരുടെ കഴിവിന്റെ പേരിലും അവരവരുടെ ക്വാളിറ്റിയുടെ പേരിലും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മള് അംഗീകാരത്തിനും സ്നേഹത്തിനും ഒക്കെ എല്ലാ മനുഷ്യരുടെ മനസ്സും ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഡിപ്പെൻസ് ഓൺ ദ ലീഡർ. ഇൻക്രീസ്ഡ് ട്രസ്റ്റ്. നമ്മള് എന്താ പറയുന്ന, നമുക്കൊരു ട്രസ്റ്റ് നമ്മുടെ മനസ്സിൽ ഡെവലപ്പ് ആകണം. ഓക്കെ,
എൻ്റെ കമ്പനി ഇങ്ങനെയാണ്, അങ്ങനെ ചെയ്യും, ഞാനിത് ചെയ്താൽ അത് മനസ്സിലാക്കും എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കല്ല, നമ്മുടെ മനസ്സിലാ ബോധം വരും. വെൽ എസ്റ്റാബ്ലിഷ്ഡ് നോംസ്, നമുക്ക് നമ്മുടെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ നമ്മൾ കൃത്യമായിട്ട്, കൃത്യത വേണം, വ്യക്തത വേണം അതിൽ. അപ്പോഴാണ് നമുക്കതിൽ കൂടുതൽ നമ്മുടെ എന്താ പറയുന്നത്, എങ്ങനെ നിങ്ങൾ ബിഹേവ് ചെയ്യണം, എക്സ്പെക്റ്റഡ് വേസ് ഓഫ് ബിഹേവിങ്, എങ്ങനെ നിങ്ങൾ നമ്മുടെ ചട്ടങ്ങൾ അനുസരിച്ച് ചെയ്യണം എന്ന് നമ്മൾ വ്യക്തമാക്കണം. ഇപ്പം ഈ കമ്പനിയിൽ നിങ്ങളൊരു അഭിപ്രായം പറയണമെങ്കിൽ ചാടിക്കേറി പറയാൻ പറ്റത്തില്ല. അതിനു മുമ്പ് നിങ്ങളൊരു പേപ്പർ വെച്ച് പെർമിഷൻ ചോദിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് ചോദിക്കുമ്പോൾ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓരോന്നിനും, അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഓരോന്നിനും ഓരോ ചട്ടങ്ങൾ നമുക്ക് വേണം. നമ്മുടെ നോംസ് എന്താണെന്നുള്ളത് ആദ്യമേ വ്യക്തമാക്കി കൊടുക്കണം. കാരണം ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവര് ആവശ്യമില്ലാതെ സംസാരിക്കത്തില്ല. എല്ലാവർക്കും അത് വ്യക്തമാണെങ്കിൽ അതനുസരിച്ചിട്ട് എല്ലാവരും പെരുമാറത്തുള്ളൂ. റോൾസ്, സ്റ്റാൻഡേർഡ്, ഗ്രോയിങ് കപ്പാസിറ്റി ടു പ്ലാൻ. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ റൂൾസും, നമ്മുടെ കമ്പനിയുടെ റൂൾ എന്താണ്, നമ്മുടെ ഉദ്ദേശത്തിന്റെ റൂൾ എന്താണ്, അത് നമ്മൾ പറയണം. നമ്മുടെ പർപ്പസ് എന്താണ് അത് പറയണം. നിങ്ങളുടെ റോൾ എന്താണ്, അതിൽ നമ്മുടെ റോൾ എന്താണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് എന്താണ്. പിന്നെ ഗ്രോയിങ് കപ്പാസിറ്റി ടു പ്ലാൻ, നമ്മൾ ചെയ്തിരിക്കുന്ന പർപ്പസിലോട്ടുള്ള നമ്മുടെ ഇതെന്താണെന്നൊക്കെ നമ്മൾ വ്യക്തമായിരിക്കണം. പിന്നെ എൻകറേജസ് ആൻഡ് മെയിൻറ്റെയിൻ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ എപ്പോഴും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും നമ്മൾക്കിപ്പോൾ ഒരു കാര്യം ഇഷ്ടമല്ല, ഞാൻ പതുക്കെ ഷൈൽ ഡോക്ടറെ അടുത്ത് വിളിച്ച് പറയണോ ഇത് ഒന്നും എനിക്ക് പിടിക്കുന്നില്ല എന്ന്, നമ്മുടെ ഈ പരിപാടിയൊന്നും ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നു. അത് ആരോടെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള എൻ്റെ ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു പക്ഷെ നമുക്ക് ഓപ്പൺലി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണെങ്കിലും അങ്ങനെ പറയും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ നോംസും നമ്മുടെ ഇതുമൊക്കെ എപ്പോഴും ട്രാൻസ്പെറന്റ് ആയിരിക്കാൻ വേണം. അത് മാത്രമല്ല, നമ്മളത് എൻകറേജ് ചെയ്യണം. ഇപ്പൊ ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുന്നതിനേക്കാൾ ഓക്കെ അതിവിടെ തുറന്ന് പറഞ്ഞല്ലോ, അതിന് നന്നായി എന്ന് പറഞ്ഞ് നമ്മൾ ഒരാളെ എൻകറേജ് ചെയ്യുമ്പം എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനും, തെറ്റുണ്ടെങ്കിലോ ഇഷ്ടമില്ലായ്മ ഉണ്ടെങ്കിലോ ഒക്കെ അത് പുറത്ത് കാണിക്കാനും നമുക്ക് സാധിക്കും. പിന്നെ ഒരു ടീം ലീഡർ എപ്പോഴും മോട്ടിവേറ്റ്സ് ആൻഡ് ഇൻസ്പയർ ടീം മെമ്പേഴ്സ്, ഹെൽപ്പ് ദ ടീം ടു ഫോക്കസ് ഓൺ ദ ടാസ്ക്. എപ്പോഴും ഇപ്പൊ നമ്മൾ വലിയ കമ്പനികളിലൊക്കെ അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അവാർഡ് കൊടുക്കുന്നു. ഇപ്പം സ്കൂളിന്റെ കാര്യം പറഞ്ഞ പോലെ കമ്പനികളും കൊടുക്കുന്നുണ്ട്. ഈ മന്തില് മെയില് ഏറ്റവും നല്ല വർക്കർ, ഏറ്റവും നല്ല ഇതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എൻകറേജ് ചെയ്യാനായിട്ട് അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. അവാർഡുകൾ കൊടുത്ത് ഇൻസ്പയർ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്, നമ്മുടെ പർപ്പസ് എന്താണ്, എപ്പോഴും നമ്മുടെ ഫോക്കസ് എന്താണ് എന്ന് നമ്മൾ അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇരിക്കണം. അപ്പോൾ എപ്പോഴും ആ ടീമിന് എപ്പോഴും ഒരു ലീഡർ നിന്ന് സ്ട്രിക്റ്റ് ആയിട്ട് റൂൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഇതൊന്നും നടക്കത്തില്ല. അപ്പൊ എപ്പോഴും നമ്മൾ ഫെസിലിറ്റേറ്റ് പ്രോബ്ലം സോൾവിങ് ആൻഡ് കൊളാബറേഷൻ. നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും നമ്മളുടെ എല്ലാവരും ചേർന്ന് അത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് വരുന്നത്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു ധൈര്യം വേണം. ഒരാളുടെ ഒപ്പീനിയൻ പറയുമ്പോൾ മറ്റുള്ളവർ എന്റെ ഒപ്പീനിയൻ പറഞ്ഞാൽ ഇനി മറ്റുള്ളവർ എന്ത് പറയും എന്നൊരു തോന്നൽ ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ ഒരു ടീമിൽ ഇതിലൊക്കെ കൂടുതലും ആ ലീഡറുടെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും വരുന്നത്. പറഞ്ഞോളൂ, ആ ഒപ്പീനിയൻ നല്ലതാണ് എന്നൊക്കെ മറ്റുള്ളവരുടെ അഭിപ്രായം എടുക്കാനും പറ്റണം. പിന്നെ എപ്പോഴും നമ്മളൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ നമ്മളെപ്പോഴും എൻകറേജ് ചെയ്യണം. ഒരാളെ ഒരു ക്രിയേറ്റീവായിട്ട് ഒരു കാര്യം പറയുവാണെങ്കിൽ അത് അതൊന്നും നമ്മളുടെ ഇടയിൽ നടപ്പില്ല കേട്ടോ, അതിനൊക്കെ ഒരുപാട് കാശ് ചെലവാകും, അല്ലെങ്കിൽ അതൊന്നും സാധ്യമാകത്തില്ല, ഇത്രയും പേരൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, ഇങ്ങനെയെന്നൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത് പോലെ ഒരാൾ പറയുകയാണ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, അത് നമുക്ക് കുറച്ച് റിസ്ക് എടുക്കണം എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കാം, നമുക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാകാം. ഒരു വട്ടം നമ്മൾ റിസ്ക് എടുത്ത് അത് നമ്മളെ കൊണ്ട് നടത്താൻ പറ്റിയാൽ പിന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം അത് ഈസിയാണ്. ഒരു പ്രാവശ്യം അത് എടുക്കുന്നത് വരെ ഉള്ളൂ നമുക്ക് ആ പാട്. പക്ഷെ ആ എടുക്കുമ്പോഴത്തേക്ക് നമ്മളെ മറ്റുള്ളവരെ ഡിസ്കറേജ് ചെയ്യുവാണെങ്കിൽ നമുക്കത് ഒരിക്കലും
എടുക്കാനായിട്ട് പറ്റത്തില്ല. അതേസമയം ആ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ എൻകറേജ് ചെയ്യുവാണെങ്കിൽ നമുക്കത് സാധിക്കും. റെക്കഗ്നൈസ് ആൻഡ് സെലിബ്രേറ്റ് ടീം മെമ്പേഴ്സ് കോൺട്രിബ്യൂഷൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളിപ്പോ മാക്ഡൊണാൾഡ്സിലോ അവിടെ എവിടെയൊക്കെ പോകുമ്പോൾ മിക്കപ്പോഴും അവിടെ എഴുതി ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണാം, ഈ മാസത്തെ നല്ല വർക്കർ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മാക്ഡൊണാൾഡ്സിന്റെ ഒക്കെ ഔട്ട്ലെറ്റിലെല്ലാം ഇവിടെ ഉണ്ടോ എന്നറിയത്തില്ല, ഇവിടെയും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ദുബായിലൊക്കെ ഇങ്ങനെ അവരുടെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചിട്ട് ഓരോ പ്രാവശ്യവും ഓരോരുത്തരുടെ, ഞാൻ പറഞ്ഞില്ലേ എല്ലാ വർക്കേഴ്സിനും കിട്ടും, എന്നാലും ഈ മാസം ഇന്ന ആളാണെന്ന് പറഞ്ഞ് അവർക്ക് ഇങ്ങനെ ഒട്ടി. അപ്പൊ എപ്പോഴും നമ്മൾ അവരെ റെക്കഗ്നൈസ് ചെയ്യണം, അവരുടെ കോൺട്രിബ്യൂഷൻസിനെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യണം. നമ്മൾ someone who suggests new ideas and more people can have this role at a time. അപ്പൊ നമ്മൾ പുതിയ ഐഡിയാസിനെയൊക്കെ സ്വീകരിക്കണം, അവരുടെ കാര്യങ്ങള് അംഗീകരിക്കണം. ഈ ഒരു ഐഡിയ ഒരാൾ പറഞ്ഞാൽ അയാളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, മറ്റുള്ളവർക്കും അത് ചെയ്യാം. മറ്റുള്ളവർക്കും ആ പറഞ്ഞ കാര്യം ഇന്ന ആള് ചെയ്ത് നോക്ക്, അതപ്പോ എങ്ങനെ ആയിരിക്കും. സാധാരണ ഇപ്പൊ ഒരാളൊരു കാര്യം പറഞ്ഞാൽ അത് അയാളുടെ തലയിലിരിക്കും. അതുകൊണ്ടാണ് പല ആൾക്കാരും പല കാര്യങ്ങളും പറയാത്തത്. ഏതൊരു കാര്യത്തിന് പോയാലും ഇപ്പൊ നമ്മള് ഒരാളുടെ അടുത്ത് പറയുകയാണ്, മറ്റേ അവിടെ പോയി നിങ്ങളൊന്ന് കാണ്, ആ ഡോക്ടറെ ഒന്ന് കാണും. ഇപ്പൊ നോർമലി ഒരു സംഭവം പറയുക, ഇപ്പൊ ഒരാളൊരു കാര്യത്തിൽ ബുദ്ധിമുട്ടുന്ന കാണുമ്പോൾ നമ്മളിപ്പോ പറയും ഇന്ന ഡോക്ടറെ ഒന്ന് പോയി കാണുന്നു പറയും. ആ ശരി, ആ ഡോക്ടറെ ഫോൺ നമ്പർ ഉണ്ടോ, എന്നാ ഡോക്ടർ ഒന്ന് വിളിച്ചേക്കെന്ന് പറയും. ശരി, ഞാൻ ഇന്ന സമയത്ത് ചെല്ലാം, ഒന്ന് വിളിച്ചു പറഞ്ഞേക്കെന്ന് പറയും. നമ്മൾ ആ ഡോക്ടറെ വിളിച്ച് ഇന്ന സമയത്ത് വരാന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവര് അന്ന് ദിവസം ആ സമയത്ത് പോകത്ത് പോലും ഇല്ല. എന്നിട്ട് ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണേന്ന് പറയും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ ആ സമയത്ത് ചെന്ന് കാണത്തില്ല. പിന്നെ ഇവര് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇനി ഡോക്ടർ അവിടെ ഇല്ലെങ്കിൽ ഉടനെ ഈ പോയ ആൾക്കാർ വീണ്ടും ഈ പറഞ്ഞു കൊടുത്ത ആളെ തന്നെ തിരിച്ചു വിളിക്കും. എന്നിട്ട് പറഞ്ഞു കൊടുത്ത ആളുടെ അടുത്ത് പറയും, നിങ്ങൾ പറഞ്ഞ ഡോക്ടർ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നുമല്ല, അവിടെ ചെന്നപ്പോ പുള്ളി ഇല്ലായിരുന്നു എന്ന് പറയും. എന്നിട്ട് നമ്മൾ പറഞ്ഞതല്ലേ എന്ന് ഓർത്തായിരിക്കും ചിലപ്പം ആ ഡോക്ടർ വന്നൊന്ന് നോക്കുവോ ഒക്കെ ചെയ്യും. അപ്പൊ ചിലപ്പം അദ്ദേഹത്തിന് അത്ര നന്നായിട്ട് പെരുമാറാൻ പറ്റിയെന്ന് കാണത്തില്ല, കാരണം പുള്ളി എല്ലാം കഴിഞ്ഞു പോയതിന് ശേഷം വന്ന് നോക്കുമായിരിക്കും. അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു വിട്ട ആൾക്കാർ വീണ്ടും നമ്മളെ വിളിച്ചിട്ട് എന്ത് പറയും, ഓ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നുമല്ല, ആ ഡോക്ടർ ഒരുമാതിരി മർക്കട മുഷ്ടി പിടിച്ചിരിക്കുന്ന, അങ്ങനെ അത്ര നല്ല സ്വഭാവമൊന്നുമല്ല, എനിക്കെന്തോ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയും. അപ്പം ഇങ്ങനെയുള്ള നിരന്തരമായ, ഇപ്പൊ നമ്മളിപ്പോ ഒരു വർക്ക്ഷോപ്പ് തന്നെ നമ്പർ കൊടുത്ത് ഉടനെ അവരവിടെ കാറ് നന്നാക്കിയിട്ട് നമ്മളെ വിളിച്ചു പറയാം, ഇതിനേക്കാളും നന്നായിട്ട് മറ്റേ ആൾ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ വരുമ്പോ എന്തെടുക്കുമെന്ന് അറിയാം, പല ആൾക്കാരും അവരുടെ അഭിപ്രായങ്ങൾ പറയത്തില്ല, അല്ലെങ്കിൽ ഒരാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറാകത്തില്ല. കാരണം കോൺസ്റ്റന്റ്ലി അവർക്ക് കിട്ടുന്ന ഒരു കല്യാണം ആലോചിക്കും, നമുക്കും അറിയായിരിക്കും ഒരു നല്ല പയ്യനെ, വേറൊരു നല്ല പെൺകുട്ടിയെ നമുക്കറിയായിരിക്കും. ശരി, നമുക്ക് അവർക്ക് ഒന്ന് കല്യാണം ആലോചിക്കാം എന്ന് ഓർത്താൽ പിന്നെ വേണ്ട, എല്ലാരും അങ്ങനെ പറയുന്നത് പൊതുവെ, വേണ്ട, ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് നമ്മുടെ തലയിലിരിക്കും എന്ന് പറയും. അപ്പം അതുകൊണ്ട് ആൾക്കാർ എന്തെടുക്കും, ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടണ്ടെന്ന് പറയും. പക്ഷെ ഒരു ടീം ഇതില് നമ്മൾ അവരുടെ അഭിപ്രായങ്ങൾ പറയാനും, ഒരാൾ ഒരു കാര്യം സജസ്റ്റ് ചെയ്താൽ അയാളുടെ തലയിൽ മാത്രം അല്ലാതെ മറ്റുള്ളവർ അത് ഏറ്റെടുക്കാനും ഒക്കെ തയ്യാറാകണം. പിന്നെ മെമ്പേഴ്സ് ക്യാൻ ഫോർമലി ആൻഡ് ഇൻഫോർമലി ടേക്കൺ ഓൺ ദീസ് റോൾസ്. ഓരോരുത്തരും ഓരോ റോൾ എടുക്കണം. റെക്കോർഡർ, ഇപ്പൊ നമ്മള് ഒരു കാര്യം ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഓരോരുത്തർ ഓരോ റോൾ എടുക്കുമ്പോൾ ഒരാൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്യണേ. പേഴ്സൺ റെക്കോർഡ്സ് വാട്ട് എവർ ദ ഐഡിയാസ് ടീം മെമ്പേഴ്സ് മേ ഹാവ്. നമ്മളിപ്പോ എഴുതി വെക്കണം എന്ന് പറയത്തില്ലേ മീറ്റിംഗിലൊക്കെ, എന്ന് പറയുന്ന പോലെ ഒരാളുടെ റോള് അത് റെക്കോർഡ് ചെയ്യുക, അവരൊക്കെ ഓരോന്ന് പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ എഴുതി വെച്ച് നോക്കാമെന്നാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് എ പേഴ്സൺ കോഡ് ദ ടീം മെമ്പേഴ്സ് ആക്യുറസി ആൻഡ് നോട്ട് എഡിറ്റ് ഓർ ഇവാലുവേറ്റ് ദം. നമ്മൾ എന്താണ് ഒരു ടീം മെമ്പേഴ്സ് ചെയ്യുന്നതെന്ന് ആക്യുറേറ്റ്ലി അത് നമ്മൾ എഴുതി വെക്കുകയോ റെക്കോർഡ് ചെയ്യുകയോ ചെയ്യണം. ഒരിക്കലും ആ പറഞ്ഞ അഭിപ്രായത്തിന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റെക്കോർഡ് ചെയ്യുന്ന ആള് അത് റെക്കോർഡ് ചെയ്യുക എന്ന് മാത്രമാണ്, അല്ലാതെ അത് ശരിയായി, അത് നല്ലതാണ്, അത് തെറ്റാണ് എന്നൊന്നും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരാള് ഡെവിൾസ് അഡ്വക്കേറ്റ്. അപ്പൊ ഒരാൾ എപ്പോഴും എന്താ ചെയ്യണമെന്ന് വെച്ചാല് പരിശോധിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ചോദ്യം ചെയ്യുന്ന ഒരാളും നമ്മുടെ ടീമിൽ വേണം. കാരണം എല്ലാ കാര്യങ്ങളും കേട്ടിട്ട് അത് ശരി, അത് നല്ലതാ, ഇത് നല്ലതാ എന്ന് പറഞ്ഞ് നമ്മൾ എൻകറേജ് ചെയ്യണമെങ്കിലും ഓക്കെ, നിങ്ങൾ പറയുന്ന ഐഡിയയിൽ ചെയ്താൽ എന്ത് നടക്കും, അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ സാധ്യമാകും എന്നൊക്കെ നമ്മൾ എപ്പോഴും എപ്പോഴും ഇരുന്ന ഒരു ചോദ്യം ചെയ്യുന്ന ഒരാളും നമ്മുടെ ടീമിൽ വേണം. അങ്ങനെ ചോദ്യം ചെയ്താൽ മാത്രമാണ്
അങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും ശരിക്കും അഭിപ്രായം പറഞ്ഞവർക്ക് പോലും ഓ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, നമ്മളൊരു അഭിപ്രായം പറയും, പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ശരി നിങ്ങൾ പറഞ്ഞ അഭിപ്രായം വഴി ചെയ്യുകയാണെങ്കിൽ ഇന്നത് സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഐഡിയ പറഞ്ഞ ആളുകൾക്ക് പോലും അതിനൊരു അഭിപ്രായം കാണത്തില്ല, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കാണത്തില്ല. അപ്പോൾ നമ്മള് ചിലപ്പോൾ മറ്റുള്ളവർ ഒരു അഭിപ്രായം പറഞ്ഞു തന്നിരിക്കും. ഒരു ഒപ്റ്റിമിസ്റ്റ് കാണണം എന്ന് പറഞ്ഞാൽ നമ്മള് someone who tries to maintain the positive frame on the mind and facilitate the search for the solution. ഇപ്പോ നമ്മളിങ്ങനെ ഒരു ടീമിൽ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നും, നമുക്ക് എല്ലാവർക്കും തോന്നും ഇതൊന്നും നടപ്പില്ല അല്ലെങ്കിൽ ഇതൊന്നും സാധ്യമാകത്തില്ല എന്ന് പറയുമ്പോഴും ആ കൂട്ടത്തിൽ ഒരു ശുഭാപ്തി വിശ്വാസക്കാരൻ ഒരാൾ കാണും, അല്ലെങ്കിൽ ഒരാൾ കാണണം, നോക്കാം അത് നമുക്കത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നമുക്കത് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് ഒരാളെങ്കിലും നമ്മളെ അങ്ങനെ എൻകറേജ് ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റുള്ള ടീമിന് ഓക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ. ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ നാളെ മറ്റുള്ള എല്ലാവർക്കും തോന്നും ആ ഐഡിയ നല്ലതാണെന്ന് തോന്നും. അപ്പം എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരാൾ വേണം, എപ്പോഴും ഒരു റെക്കോർഡ് ചെയ്യുന്ന ഒരാൾ വേണം, എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസക്കാരൻ വേണം. ഇതെല്ലാം നമ്മുടെ ടീമിൽ ഉണ്ടോയെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഒരു ടൈം കീപ്പർ വേണം. നമ്മുടെ ഡോക്ടർ മനോജ് നമ്മുടെ ടൈം കീപ്പറാ ഇതില് എപ്പോഴും എന്ന് പറയുന്നത് പോലെ someone who track the time spent on each portion of the meeting. നമ്മളൊരു മീറ്റിംഗ് ആണെങ്കിലും ഒരു വെബിനാർ നടത്തുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾക്ക് ഒരു ടൈം കീപ്പർ വേണം. ആ ഒരു റോളും ഒരാൾ എടുക്കണം. എല്ലാ പ്രാവശ്യവും ഒരാൾ തന്നെ എടുക്കണം എന്നല്ല, പക്ഷെ ഇങ്ങനെ പല ആൾക്കാർ നമ്മുടെ ടീമിനകത്ത് വേണം എന്നുള്ളതാണ്. അപ്പൊ നമുക്കുള്ള ടൈം ആയി. അപ്പൊ നമുക്ക് 50 എണ്ണം ഒരു ഗേറ്റ് കീപ്പർ. അപ്പൊ നമ്മൾ എന്താണ് ഓരോരുത്തരും പറയുന്നത്, എന്താണ് പറയേണ്ടാത്തത്, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് ഒരാൾ വേണം. അപ്പോൾ എപ്പോഴും ടീം വർക്ക് അല്ലെങ്കിൽ യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് എപ്പോഴും നേട്ടങ്ങൾ തന്നെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ ചില കാര്യത്തിൽ നമ്മൾ എന്താ പറയുന്നത്, മറ്റുള്ളവർക്ക് സമയം കൊടുക്കാനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എടുക്കാനും ഒക്കെ നമുക്ക് ഇത് വേണം. ഒരു ടീമിന് വ്യക്തമായ ധാരണകളും വ്യക്തമായ ഇതുമൊക്കെ വേണം, നോംസ് ഒക്കെ വേണം. അത് എല്ലാവർക്കും വ്യക്തമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അത് നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യാനും അത് നോക്കാനും ഒക്കെ ആൾക്കാർ വേണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് 50 എണ്ണം കൊണ്ട് നിർത്താം. ഓക്കെ ഓക്കെ ഡോക്ടറെ. എന്തായാലും സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടീം വർക്ക് എങ്ങനെയാണ്, ടീം വർക്ക് കൊണ്ടുള്ള ഗുണം അല്ലെങ്കിൽ ടീം വർക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം വളരെ വിശദമായി തന്നെ നല്ല രീതിയിൽ ഡോക്ടർ ഇന്നത്തെ ക്ലാസ് പ്രസന്റ് ചെയ്തു. സേട്ട് സാറൊക്കെ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ സാറേ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച്? സാറ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? കേക്കാം. പറഞ്ഞത് രജനിയല്ലേ, മാണിക്കലല്ലേ പറഞ്ഞത്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എല്ലാ കാര്യവും ടച്ച് ചെയ്തിട്ട് പോകുന്ന ഒരാളാണ്. പണ്ടുപോലെ നമുക്ക് അറിയാത്ത ഒരാളാ കേട്ടോ. അപ്പൊ നല്ല സബ്ജക്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല സബ്ജക്റ്റ് ആയിരുന്നു. കാരണം എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ആരും അത് മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെ പോകുന്നു. നമ്മൾ അബ്ദുസലാം വല്ലാണ്ട് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, ഉണങ്ങിയിരിക്കുന്നത് ഖത്തറില്. ഞാനും നന്നായി വരട്ടെ. അബ്ദുൽ കലാമിന്റെ ആരോഗ്യം വീണ്ടെടുക്കുക എന്ന് പ്രാർത്ഥിക്കുകയാണ്, ദുആ ചെയ്യാണ്. എല്ലാവിധത്തിലുള്ള നന്മകളും ഉണ്ടാവട്ടെ. നമ്മുടെ റൂമില് ഞാൻ പലപ്പോഴും കയറാറില്ലെങ്കിലും സലാം എപ്പോഴും കയറാറുണ്ട്. എല്ലാം റെക്കോർഡ് ചെയ്യാറുണ്ട്. നമ്മുടെ നമ്മുടെ ടീമിന്റെ റെക്കോർഡറാണ്. എല്ലാം റെക്കോർഡ് ചെയ്യാൻ ഉറപ്പുവരുത്തുന്ന വലിയൊരു സ്നേഹിയാണ്. എപ്പോഴും ഫോട്ടോകളൊക്കെ എടുത്ത് ഇടാറുണ്ട്. അതാ ഞാൻ പറഞ്ഞു, നമ്മുടെ റെക്കോർഡർ. ഇപ്പൊ നമ്മുടെ ഒരു ടീമിൽ ഒരു റെക്കോർഡർ വേണമെന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞതുപോലെ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് ആരോഗ്യ പ്രശ്നമുണ്ട്. എല്ലാ ഏത് ആരോഗ്യ പ്രശ്നത്തിലും ഇത്രയും അധികം ഡെഡിക്കേഷൻ ഉള്ളവരാണ്. സമ്മതിക്കും. നമ്മളൊക്കെ ചെറിയ ഉണ്ടെങ്കില് ഇത് പോകണ്ട, മാറിയില്ല. അതുകൊണ്ട് തന്നെ കേൾക്കാനെങ്കിലും വരും. അഭിപ്രായം പറയാൻ കൂടുതൽ പറഞ്ഞില്ലെങ്കിലും കേൾക്കും. വയ്യെന്ന് പറഞ്ഞേ, സുഖമില്ലാന്നും പറഞ്ഞ് ഡെസ്പ് അടിച്ചിരിക്കാതെ സാറ് ഈ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കുകയും
ഇപ്പോഴും ആ പഴയ പോലെ തന്നെ അതിനെല്ലാം ഊർജ്ജസ്വലനായി ഇരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഏത് അസുഖവും മാറും. ഓക്കെ, അതെ. അപ്പൊ ഇനി നമ്മുടെ ഇന്നത്തെ സമയം അത് ഇനിയുണ്ട് 60 മിനിറ്റ് 60 സെക്കൻഡ് 60 സെക്കൻഡ്. അപ്പോഴത് നന്ദി പറയാനുള്ള അതെ അതെ അത് നന്ദി പറയാനുള്ള അപ്പൊ ഇന്നത്തെ ഈ വളരെ നല്ല ഒരു ക്ലാസ്സിന് നന്ദി പറയുന്നതിന് വേണ്ടി അബ്ദുൽ സലാം സാറിനെ തന്നെ ക്ഷണിക്കുക. ഓക്കെ ഓക്കെ, നന്നായി നന്നായി. ഓക്കെ, വളരെ സന്തോഷം. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇപ്പോ ഫിസിക്കലായിട്ടൊന്നുമില്ല. ചിലപ്പോൾ കഴിഞ്ഞ കീമോയുടെ അടയാളങ്ങളൊക്കെയാണ് ഇപ്പൊ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ശരീരം ഇനി അതിലേക്കൊന്നും ആയി കഴിഞ്ഞിട്ട് ഇനിയിപ്പോ കീമോയുടെ ഇതൊക്കെ ഇറങ്ങിപ്പോയെങ്കിൽ ബാക്കി കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഏതായാലും എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദി. ശരിയാവുന്നേ. എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദി, അതാദ്യം പറയുന്നു. അതോടൊപ്പം അജിനി ഡോക്ടർ ഐക്യമത്യം മഹാബലം, അതുപോലെ തന്നെ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നൊക്കെ നേരത്തെ എല്ലാവർക്കും അറിയുന്നതാണെങ്കിൽ ഒന്നുകൂടി അത് ആണയിട്ട് ഉറപ്പിച്ചു. വളരെ നന്നായി ക്ലാസ് നടത്തി. ഇതുവരെ നന്നായി ക്ലാസ് തരികയും അതുപോലെ തന്നെ കേട്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഞാനിപ്പോ കഴിഞ്ഞതിൽ വരുന്നത് നമുക്ക് എപ്പോഴും കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ആകെ ഇപ്പൊ നമ്മളിപ്പോ എപ്പോഴും ചേഞ്ച് ആക്കാൻ എവിടെയും ദൂരെ പോകേണ്ട ആവശ്യമില്ല, ഒരു ചെലവില്ല, ഒന്ന് കാണാം. പിന്നെ ഈ ബന്ധങ്ങൾ പുതുക്കാനുള്ളൊരു അവസരം കൂടിയാണ് ഇത്. ഒരു ക്ലാസ് കേട്ട് പോലും മാത്രമല്ല. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ എത്ര നേരത്തെ മനോജ് ഡോക്ടർ ഇവിടെ ഗ്രൂപ്പിലിട്ട് കണ്ടു 8,000 ആയി നമ്മുടെ റീച്ച് എന്ന് പറഞ്ഞു വ്യൂവേഴ്സിൻ്റെ. അപ്പൊ അത് എല്ലാവരും കൂടി ഒന്നും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. കഴിയുന്ന ആളുകളൊക്കെ ഏതെങ്കിലും നമ്മുടെ കഴിഞ്ഞ വീഡിയോകളൊക്കെ ഒന്ന് എടുത്തിട്ട് കാണുക. നിങ്ങളതിൽ ലൈക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അതിലൊരു ലൈക്കും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നന്നായിരിക്കും. അതാണ് നമ്മുടെ IFPHന് കുറച്ചും കൂടി ഒരു റേഞ്ച് കിട്ടും നല്ലത്. എല്ലാവരും കണ്ട് കേട്ട് പോകുന്നേക്കാളും നല്ലത് കാണുന്നവരൊക്കെ ചിലപ്പോൾ ഞാനൊക്കെ എടുത്ത് നോക്കാറുണ്ട്. നോക്കുമ്പോൾ പലരും കണ്ടുപോയി ദിവസങ്ങൾ 2-3 കഴിഞ്ഞാൽ അപ്പോഴും ഉണ്ടാവും 2 ലൈക്ക് അല്ലെങ്കിൽ 3 ലൈക്ക്. നമ്മൾ ഈ കാണുന്ന ഓരോരുത്തരും ഒരു പ്രാവശ്യം കണ്ടതാണെങ്കിലും ഒന്ന് എടുത്തു പോകുന്നത് നല്ലതായിരിക്കും. ഏതായാലും എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളും പ്രാർത്ഥിക്കുക. അത്ര മാത്രമേ വേണ്ടുള്ളൂ. താങ്ക്സ്. ഓക്കെ, അബ്ദുൽ സലാം സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ സമയം 1921 ദിവസം പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇന്നത്തെ സൂമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ശുഭരാത്രിയും നന്ദിയും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.